പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് കൂടുതൽ നമുക്കറിയാം. അതിൽ കൊരിന്ത്യർക്ക് 2 ലേഖനം പൗലോസ് എഴുതി, 1-2 ലേഖനം. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ദൈവമക്കളുടെ ശുദ്ധീകരണമാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ഞാനും നിങ്ങളും കേൾക്കുന്നവരെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നവരും ക്രമീകരിക്കപ്പെട്ട ഗുണീകരണത്തോടെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം. ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. അപ്പോൾ കൊരിന്ത്യർക്ക് 2 ലേഖനം എഴുതി, 1-2 ലേഖനം. നിങ്ങൾക്കറിയാം, 1-ാം ലേഖനത്തിന് 16 അധ്യായങ്ങളുണ്ട്. അധ്യായങ്ങളിൽ കൂടി ഓടിച്ചൊന്ന് പോയാൽ 1-ാം അധ്യായത്തിലെ വിഷയം പക്ഷം പിടിക്കുന്നു. 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ ഇവരുടെ ഇടയിലെ ഭിന്നത, പിണക്കമൊക്കെ. 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ സഭയ്ക്കകത്ത്. 6-ാം അധ്യായത്തിലെ അകത്ത് തീർക്കേണ്ട വിഷയം വെളിയെ കൊടുത്ത് കേസും കോടതിയും വഴക്കും. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്നാമോ തിന്നാൻ പാടില്ലയോ തർക്കം. 9-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ച പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്ന് പട്ടുപോയ ചരിത്രം. 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ് പ്രധാനമായിട്ട്. 1 ഫാഷൻ, 2 തിരുമേശകളുടെ ഉപദേശം. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ നിന്നിട്ടില്ല, അതിപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുക. 13-ാം അധ്യായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വരം ദൈവസ്നേഹം. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങൾ. 15-ാം അധ്യായം ദൈവമക്കളുടെ മരണം, അടക്കം, ഉയർപ്പ്. 16-ാം അധ്യായത്തിൽ വന്ദനം ചെയ്യുകയും അപ്പോൾ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെ ചരിതിച്ചു വെച്ചത് ആലയത്തിൽ കൊണ്ടുവരണം. അതെല്ലാവർക്കും തൃപ്തിയുള്ള കാര്യമല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഓടിച്ച് ഈ അധ്യായങ്ങളിൽ കൂടി പോയാൽ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കൊരിന്ത് സഭ അക്കാലത്തെ ഏറ്റവും നമ്പർ 1 സഭയാണ്. വലിയ പട്ടണം, തിരക്കേറിയ പട്ടണം, വലിയ ബിസിനസ്. ആൾക്കാരെല്ലാം വരികയും പോവുകയും ചെയ്യുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആ പട്ടണത്തിൽ പാർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പറഞ്ഞാൽ ചിലപ്പം ഖണ്ഡനം നടത്തുമായിരിക്കും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ലോകത്തിലെ എല്ലാ രാജ്യക്കാരും ചെന്ന് പാർക്കുന്നൊരു രാജ്യം അമേരിക്ക. എല്ലാ രാജ്യത്തെ ആൾക്കാരുണ്ട്, 99%. അപ്പൊ എന്ത് പറഞ്ഞ പോലെ അന്നത്തെ ഒരു പട്ടണമാണ് കൊരിന്ത് പട്ടണം. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും അവിടെ പാർക്കാൻ, കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ ഒരു സഭ, അതും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. ആ സഭയുടെ വിശേഷതകളെ പറ്റി 1-4 പൗലോസ് രേഖപ്പെടുത്തി വായിക്കാം. 1-4. 1-4 അല്ലല്ലോ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം ചെയ്യണം കേട്ടോ. ഈ പറയുമ്പോൾ പിണങ്ങരുത്. TPM-കാരൊടിച്ച് ബാക്കി പെന്തിക്കോസുകാർക്ക് വെളിവില്ല. വെളിവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇരിപ്പ്. ബോധവുമില്ല, വെളിവുമില്ല. ഒരു തെളിവ്, ഞാൻ സഹിതം ദൈവദാസന്മാർ പറയും നമുക്ക് സ്തോത്രം ചെയ്യാം ഉടനെ ഹല്ലേലൂയ, അതായത് വെളിവില്ലെന്ന് പറഞ്ഞ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവദാസന്മാർ പറഞ്ഞു കേട്ടില്ലേ, നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം ഉടനെ എല്ലാവരുടെ, അതായത് വെളിവില്ലെന്ന് പറഞ്ഞ്. കൊല്ലം 40 ഇതിനകത്ത് കയറി പമ്മിയിരിക്കാൻ തുടങ്ങിയിട്ട് സ്തോത്രം എന്നത് ആ ലേലി എന്നാന്ന്
ഭാഷ അല്പം മോശമായി. എന്നാലും പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇത്രയും കൊല്ലമായെങ്കിലും ആട്ടുംകാട്ടയും കടലയും കണ്ടാൽ തിരിച്ചറിയാൻ മേല. കടല ഏതാ, ആട്ടുംകാട്ടതാ. അപ്പോൾ തന്നെ ആട്ടുംകാട്ടം എടുത്ത് കറി വെച്ചാലോ? അപ്പം ഇത് മനസ്സിലാക്കണം, തരംതിരിക്കണം. ഇവിടെ പൗലോസ് വളരെ കർക്കശമായി പറയുക, ഇവരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസ് സ്തോത്രം ചെയ്യുക. ഒന്നുകൂടെ വായിച്ചാട്ട് സഹോദരി. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കൃപയുള്ളവരാ. കൃപയില്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല. അല്ല, കൃപയില്ലാത്ത ആർക്കും ഇതിനകത്ത് വരാനൊക്കത്തില്ല. ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാ ഈ മാർഗത്ത് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാര് പറയരുത്, പക്ഷേ എനിക്കൊരു കൃപ, അങ്ങനൊന്നും പോഷത്തിനെ ഒന്നും വിളിച്ച് പറയരുത്. എനിക്ക് അവരെ പോലുള്ള കൃപ. അവരെ പ്രസംഗിക്കുന്നു, ദൂത് പറയുന്നു, എല്ലാ ദിവസവും ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു. കുഞ്ഞന്നാമ്മയുടെ ഡയറി മുഴുവൻ ഫുള്ളാ. എനിക്ക് ഡയറി പോലും പിണങ്ങാതിരിക്കാൻ പറയാം, ഡയറി ഫുള്ളായ കുഞ്ഞന്നാമ്മയ്ക്ക് വീട്ടുജോലി ചെയ്യാൻ അറിയത്തില്ല. ഇല്ല, ഡയറി ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് അങ്ങ് തങ്കച്ചനായ ജോലിയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ശുശ്രൂഷയുള്ള ചില സഹോദരിമാരുണ്ട്. എല്ലാവരും അല്ലെങ്കിൽ ചിലര് ഉണ്ട്, ഒരു പണിയും ചെയ്യുകയല്ല. എന്നാൽ ഞാൻ മാന്യ സഹോദരിമാരോട് പറയാം, പ്രസംഗിക്കാൻ നിങ്ങൾക്ക് വലിയ കഴിവില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ പ്രാസവപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ലെങ്കിലും, നിങ്ങൾ വലിയ ശുശ്രൂഷകളൊന്നും ചെയ്യുന്നില്ലെന്ന് മറ്റുള്ളവർ വിധിച്ചാലും, ഞാനൊരു കാര്യം സഹോദരിമാരുടെ പറയാം, വേദപുസ്തകത്തിന് വെളിച്ചത്തില്ല, അടുക്കളയിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന വലിയ ശുശ്രൂഷയാണ്. പക്ഷെ ആ ശുശ്രൂഷ ആർക്കും ഇപ്പം വേണ്ട. അങ്ങനത്തെ ശുശ്രൂഷയൊന്നും അലോഗ്യം ഉണ്ടാക്കാൻ വന്നതല്ല. അടുക്കളയിൽ നന്നായിട്ട് ഭക്ഷണം പാകപ്പെടുത്തുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോ ശുശ്രൂഷ തന്നിട്ടുണ്ട്. കൃപ. ഭർത്താവിനും മക്കൾക്കും വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കും അതിഥികളായിട്ട് വരുന്നവർക്കും നമ്മുടെ സാഹചര്യം അനുസരിച്ച് അടുക്കളയിൽ കാര്യങ്ങളെല്ലാം പെരുമാറി അത് അവർക്ക് കൊണ്ട് കൊടുത്ത് അവരത് ഭക്ഷിച്ച് തൃപ്തിപ്പെടുന്നതും, അങ്ങനെ അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. നോട്ടം ഒരുപ്പം കണ്ടിട്ട് പക്ഷേ ആ ശുശ്രൂഷയൊന്നും എനിക്ക് എങ്ങനെയാലും ഞാൻ ഈ അടുക്കളയിൽ നിന്നൊന്ന് മോചിതയാകാൻ. ചിലര് അടുക്കള കയറി പ്രാഗി അലച്ചു ഓരോന്നുണ്ടാക്കുന്നത്, അത് ഗുണമാകുകയല്ല, വയറ്റിലും പിടിക്കുകയല്ല. പ്രാഗിയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന ചിലര്. ഈ മുടിഞ്ഞ വീട്ടിൽ വന്നേ പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ ഉണ്ടോ? നീ ഇരിക്കുന്ന വീട്ടിൽ ഇടുത്തി വീഴും. അല്ല, മാർത്തയെ പറ്റി പറയുന്നത് ശുശ്രൂഷകാൽ വളരെ അത് ശുശ്രൂഷയാണ്. മാർത്തയുടെ ശുശ്രൂഷകൻ ഉദ്ദേശിച്ചത് പ്രസംഗമൊന്നുമല്ല, ദൂത് പറഞ്ഞതുമല്ല. സ്തോത്രം തകർത്ത് ഇടിമുഴക്കം പോലെ മറുഭാഷ പറഞ്ഞ് ചാടിയതല്ല, അത് തെറ്റാന്നല്ല. അടുക്കളയിൽ പെരുമാറുന്ന ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം. ആട്ടെ, നിങ്ങൾക്കും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു, പിന്നെ പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃപയില്ലാത്ത ആരും ഇതിനകത്ത് വന്നിട്ടില്ല, വരാനൊക്കത്തില്ല. രക്ഷിക്കപ്പെട്ടത് തന്നെ വലിയ മഹാകൃപയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം, അങ്ങനെ പൗലോസ് 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും അയ്യോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് ഒരു കൃപയാണ്. അതെ, ഞാനെപ്പോഴും പറയും, പ്രായമുള്ള ഒരു അപ്പച്ചൻ യോഗത്തിന് വരുന്ന ഒരു അമ്മച്ചി വരുന്നു, അവരെ കൈക്ക് പിടിച്ചുകൊണ്ടിരുത്തി അവർക്ക് ചൂടുവെള്ളം വേണേ വെള്ളം കൊടുത്ത്, അതൊക്കെ ഒരു വലിയ ശുശ്രൂഷയാണ്. പക്ഷെ ആർക്കും അത് വേണ്ട. ആർക്കും അത് നമ്മൾ ഈ ശുശ്രൂഷ ഉണ്ടെന്ന് പറയുന്ന പല പുള്ളിക്കാർക്ക് ഈ ശുശ്രൂഷയൊന്നും വേണ്ടതാണ്.
പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളാലാവും ഇത് ചെയ്യുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ദൈവത്തിന് മഹത്വം. മറ്റുള്ളവരെ കരുതുന്നത് അതൊരു വലിയ ശുശ്രൂഷയാണ്. ഇന്ന് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള ശുശ്രൂഷ തൊട്ട് ഇല്ല, താനും ഇല്ല. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല. വലിയ വലിയ ശുശ്രൂഷ ചെയ്യുന്ന വലിയ വലിയ പ്രഗത്ഭന്മാരും പ്രശസ്തന്മാര്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവർക്ക് മറ്റൊരാൾക്ക് കൈ കൊടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എന്തുവാണ് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. കൈ ഇന്നാളെ പ്രഗത്ഭനായ ഒരാള്, പേരൊന്നും ഞാൻ പറയുന്നില്ല, കൈ തന്നത് ഈ 3 പേരല്ല. അതും വലിയ ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവരൊക്കെ ഇരിക്കുന്നിടത്ത് ഇനിയും വെള്ളപ്പൊക്കം വന്നില്ലെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമുണ്ടായി ചോദിച്ചാൽ മതി. നിങ്ങൾ മിണ്ടുവൊന്നും വേണ്ടെങ്കിൽ നമുക്ക് 1 മണി വരെ ഇങ്ങനെ പോകാതാ നല്ലത്. ചിലര് കൈ കൊടുക്കും, അവർക്ക് തത്തുല്യമായ ആൾക്കാർക്ക് കൈ കൊടുക്കും. അതല്ലെങ്കിൽ അവർക്ക് സ്തോത്രം. ചിലരോട് മിണ്ടത്തില്ലല്ലോ. കാശും പുത്തനും പണവും ഇച്ചിരി പിടിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പെരുമാറും. അപ്പൊ ഇതെന്നാ ശുശ്രൂഷയാണ് അവനവനങ്ങ് ചിന്തിച്ചോണ്ടാ മതി. അതിന് പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട. മറ്റുള്ളവരെ കരുതുവാൻ, ആദരിക്കുവാൻ, അവരെ ബഹുമാനിക്കുവാൻ അതൊരു വലിയ ശുശ്രൂഷയാണ്. സ്റ്റേജിൽ നിന്ന് തകർത്ത് വാരുന്ന പല ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. മിണ്ടുകയല്ലോ. അവരാ സമയത്ത്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്, സമയത്ത് അങ്ങോട്ട് വരിക, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക, എല്ലാവരും ആത്മാവിലാകുമ്പോൾ അവർ വീട്ടിൽ പോവുക. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ പുള്ളിയെ ജോഡി എടുക്കപ്പെട്ടോ, മിണ്ടത്തില്ല. അതാ ഞാൻ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം ഓരോ ശുശ്രൂഷ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെന്തുവാണെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസ്തരാണെങ്കിൽ അടുത്തതിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. അതെ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ. അപ്പൊ ഇവര് നന്നായിട്ട് സാക്ഷിയൊക്കെ പറയാനവരാ, സാക്ഷ്യമുള്ളവരാ. സാക്ഷി പറയാൻ പറഞ്ഞാൽ നന്നായിട്ട് പറയുകയും ചെയ്യും. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ മിക്ക സഭകളിലും അത്രയും ഇല്ല. ഈ ചില വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിച്ച്, അതിഥികളായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് അന്നൊരു പ്രത്യേക സാക്ഷ്യമുണ്ട്. അതുവരെ അവർ മിണ്ടുകയല്ല, കൈ പഠിക്കുകയല്ല, പാടുകയില്ല, പ്രാർത്ഥന. ആരെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ അന്നേരം അവരൊന്ന് ചാടി എഴുന്നേറ്റ് സ്തോത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവരങ്ങനല്ല, സാക്ഷി പറയാനവരാ. 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് എടുക്കും, നന്നായിട്ട് പറയും. ചിലരുടെ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോവുക. ചുമ്മാ ഈ എന്തുവാ, അതിന് വേറെ പുസ്തകത്തിലെ ഭാഷ പറയാ, വമ്പ് പറയും. വമ്പ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ചെറിയ പനിയായിരിക്കും, പക്ഷെ ഇവർ പറഞ്ഞു വരുമ്പോൾ അത് ചില പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തു പോകുമെന്ന ചുമ്മാതാ. ഒരു മൂക്കടപ്പ് ഉണ്ടായി, അല്ലെ ഒരു ബിംബിഷ്ടം ഉണ്ടായി, അത് സ്വാഭാവികമൊക്കെയാണ്. ഉണ്ണി അന്ന് നിന്ന് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വമ്പ് പറയാനെന്നാ പറയാൻ. ഒരു 100 പേരുള്ള യോഗത്തിന് പ്രസംഗിച്ചു നമ്മൾ എങ്ങനെ ഉണ്ട്, ഭയങ്കര ജനമായിരുന്നു. വമ്പ് പറയുക, വമ്പ് പറയുന്ന നാവേ സൂക്ഷിച്ചോണം. അപ്പോൾ ഇവര് സാക്ഷ്യമൊക്കെ നന്നായിട്ട് പറയും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അടുത്തത്, അവന് നിങ്ങൾ സകലത്തിലും, ഇവരെല്ലാത്തിലും ടോപ്പാ, സകലത്തിലും വിശേഷാൽ സകല ഇവർക്ക് നല്ല വചനത്തിൽ തിട്ടമാണ്. ഭയങ്കര വചന നിശ്ചയമാണ്. കൊറിന്ത്യർക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാം. ഉപദേശമാര് കുറുവാക്യം എടുക്കുമ്പോൾ അറിയാം ഇന്ന് എവിടെയൊക്കെ കൂടെ കയറി ഇറങ്ങും. അതുപോലെ കുറത്തിയാട് പണ്ട് 2-3 സഹോദരിമാരുണ്ടായിരുന്നു. പാസ്റ്റർമാർ വാക്യം വായിക്കുമ്പോഴേ വിരലിങ്ങനെ ഓടുന്ന കാണാം. കാരണം അവർക്കറിയാം ഏതൊക്കെ വാക്യമായി. നല്ല സാമർത്ഥ്യമാണ്, മിടുക്കാം.
അല്ല, അങ്ങനെയുള്ളത് നല്ലതാ. വചനത്തിൽ തിട്ടം വേണം. ഇവർക്ക് വചനത്തിൽ നല്ലതാ. അവന് നിങ്ങൾ വിശേഷിച്ചാൽ സകല വചനത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും ഇവർക്ക് അറിയാം. ഏത് വിഷയം എടുത്താലും അതിന്റെ വാക്യങ്ങൾ ഒത്തുവാക്യമല്ല ഇവർക്കറിയാം. അത് നല്ലതാ. അങ്ങനത്തെ വിശ്വാസികളുള്ളത് നല്ലതാ. വിശേഷിച്ചാൽ സകല വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും ഇവര് സമ്പന്നരാ. നല്ല പരിജ്ഞാനമുള്ള വിശ്വാസികളാണ്. അത് ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. വചനത്തിൽ തിട്ടം, സാക്ഷി പറയുന്നവര്, പരിജ്ഞാനമുള്ളവര്. അടുത്ത വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പൊ സകല കൃപാവരവും കൊരിന്തിലുണ്ട്. അപ്പൊ നമ്പർ 1 സഭയാ. ഒരു വരവും ഇല്ലാഞ്ഞിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ സഭ ഏറ്റവും ടോപ്പാണ്, ഇല്ലേ? ഉണ്ടെന്നില്ല. ഈ പറഞ്ഞ ഒരു മരങ്ങളും ഇല്ലാഞ്ഞിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട. അപ്പൊ കൊരിന്തിയ സഭ ഏറ്റവും ടോപ്പായ സഭ, നമ്പർ 1. സാക്ഷ്യമുണ്ട്, സാക്ഷി പറയും, പറയാനറിയാം, പരിജ്ഞാനമുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, സകല കൃപാവരമുണ്ട്. മുന്തിയ സഭ, നല്ല സഭ, 1ാം കിട സഭ. എന്നാൽ 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭയുടെ ആഴമല്ല ആത്മാവ് ഒന്ന് പരിശോധിച്ചു. 2ാം അധ്യായത്തിൽ വായിക്കുന്നത് ആത്മാവ് ആഴമറിയുന്ന. 2:9-10 വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. അപ്പൊ ആത്മാവ് സകലത്തെ അറിയുന്ന ആത്മാവ്. സകലമല്ല, സകലത്തെ അറിയാം. നമുക്ക് സകലമൊന്നും അറിയത്തില്ല, കുറച്ചൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ചറിയാം. എനിക്ക് നിങ്ങളെ ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ നമ്മൾ ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഞാൻ, അല്ലാതെ നമുക്ക് വലിയ അറിവില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ആരെ പറ്റി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. പക്ഷെ ആത്മാവ് സകലവും അറിയും. ദൈവത്തിന്റെ ആത്മാവ് സകലതും അറിയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനം ഹൃദയ നിരൂപണമോ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുത ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യനായ അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ ഈ പരിജ്ഞാനം. അപ്പൊ ശ്രദ്ധിക്കുക, നാം ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. സകല കാര്യവും ദൈവം അറിയുക. ദൈവത്തിന്റെ മഹത്വം നമ്മൾ പറയുന്നതെല്ലാം ദൈവം ശ്രദ്ധ വെച്ച് എല്ലാം കേൾക്കുന്നുണ്ട്. മലാക്കിൽ എങ്ങനെയാണെന്നല്ലോ വായിക്കുന്നത്, യഹോവഭക്തന്മാർ തമ്മി സംസാരിച്ചു. യഹോവ ഭക്തന്മാരെന്നാ തമ്മി സംസാരിച്ചേ? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. എന്തുവാ സംസാരിച്ചേ? 3:16 വായിരും. 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. ആ ശ്രദ്ധ വെച്ച് കേട്ടു. എന്തുവാ അമ്മാമേ തമ്മിൽ സംസാരിച്ചേ? അല്ല, ഭക്തന്മാർ എന്തുവാ സംസാരിച്ചേ? എന്തുവാന്ന് 13 മുതൽ വായിച്ചോ. 13 മുതൽ. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉണ്ടോ? അപ്പൊ ഇവർ ചോദിച്ചു ഏതിനാൽ വായിര്. ഇവർ ചോദിച്ചു ഞങ്ങൾ എന്തുവാ പറയാനേ? ആ മലാക്കി വിസ്തരിക്കുന്നില്ല, വിഷയം അതല്ല. മലാക്കി പ്രവചനം പഠിച്ചാൽ 8 പ്രാവശ്യം ഇവര് ദൈവത്തോട് ചോദിക്കുക. 8 ചോദ്യം. അതിലൊരു ചോദ്യമായത്, ഒരു ചോദ്യം ഇത്. യോ ഞങ്ങൾ എന്തുവാ പറയാനേ? സ്തോത്രം.
1-ാം അധ്യായത്തിലുണ്ട്. ഇവര് ചോദിക്കും ഞങ്ങൾ ഏതിനാൽ തുച്ഛീകരിക്കുന്നെന്ന്. 8-ാം വാക്യം വായിച്ചേ, 6-ാം വാക്യം വായിച്ചു. 6 ആ 1-6 അല്ലേ? 8-ാം വാക്യം വായിച്ചേ. 8 ആ ആ ആ. അപ്പോൾ 6-ാം വാക്യത്തിൽ നിന്ന് താഴോട്ട് പഠിക്കുമ്പോൾ ഇവര് തുച്ഛീകരിക്കുന്നെന്നാ ദൈവം പറഞ്ഞേ. ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അപ്പൊ ഇവരൊക്കെ ഏതിനാൽ തുച്ഛീകരിക്കുന്നു. അപ്പൊ ആ കാര്യമായി 8-ാം വാക്യത്തിൽ വായിക്കും ദൈവത്തിന്റെ ഈ നാമത്തെ തുച്ഛീകരിക്കുക. 8 നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ, നിങ്ങളെ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ലേ? അത് ദോഷം. ആ നിങ്ങൾ ഗുണന്തും ദീനവുമായുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ? കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അവൻ തുച്ഛീകരിക്കുക. ദൈവനാമത്തെ ഇവര് തുച്ഛീകരിക്കുക, അപമാനിക്കുന്നെന്ന്. കണ്ണു പൊട്ടിച്ചത്, മുടന്നുള്ളത്, ദീനമുള്ളത്, ചൊരങ്ങ് പിടിച്ചതിനെ എല്ലാം കൊണ്ട് എടാ ഒരു സ്തോത്രം പറഞ്ഞാൽ നേരിനും ചൊവ്വനും സ്തോത്രം പറയണം. സ്തോത്രം വൃത്തിയായിട്ട് പറയണ്ടേ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ചൊവ്വനെ പറയണ്ടേ? കൈയടിച്ചാൽ വൃത്തിയായിട്ട് കൈയടിക്കണ്ടേ? 2 ശീലി പാട്ട് പാടിയാൽ അത് ക്ലിയറായിട്ട് പാടണ്ടേ? എല്ലാം നന്നായിട്ട് ചെയ്യണം. സ്തോത്രം ഈ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുമ്പം നന്നായിട്ട് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് 3 ഏക്കറുള്ള അച്ചായനും സഭയ്ക്ക് കൊടുക്കുന്നത് 10 സെന്റാ. എന്നാൽ ഈ മുടിഞ്ഞവൻ ഒരു 25 സെന്റെങ്കിലും കൊടുക്കണ്ടേ? സമാധാനം പറയല്ലേ? എന്നാ അച്ചാൻ പറ. ആ 2-3 ഏക്കർ വസ്തു ഉണ്ടെന്ന് ദൈവത്തിന് കൊടുക്കുന്നത് 10 സെന്റ്. അത് മൊത്തം എഴുതിയും കൊടുത്തിട്ടില്ല. ഒരു പിടി കിടന്നോട്ടെന്ന്. എന്തിനാന്ന് വെച്ചാൽ ഇവൻ ആള് കളിക്കണം. അതിനാ ചാകുന്നത് വരെ ഇത് ദേശാധിപതിക്ക് അർപ്പിച്ച് അവൻ സ്വീകരിക്കുവോ? ദൈവനാമത്തിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ യോജിച്ചാലും ചോദിച്ചാലും കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യണം. നിങ്ങൾ യോജിക്കത്തില്ല എല്ലാവരും. എടാ ഒരു ചായ കൊടുത്താലും നല്ല ചായ നല്ല വൃത്തിയായിട്ട് തന്നു നന്നായിരിക്കുന്നു. കാരണം രാവിലെ ഇറങ്ങിയതാ, ഒരു വെള്ളം കുടിക്കാൻ നേരം കിട്ടിയില്ല, വളരെ ക്ഷീണിച്ചാ വന്നത്. ആ ക്ഷീണം അങ്ങ് മാറി. അല്ല നിങ്ങളും അങ്ങനെ ചെയ്യുന്നവരാ? അങ്ങനെ ചെയ്യണം. 1 കവർ പാല് മേടിച്ച് 9 കവർ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തെന്ന് പേരും കുടിച്ചവനിട്ട് ഗുണം വന്നില്ലെന്നല്ല, പിന്നെ പലതും വരിക. അവന് വൃത്തിയായിട്ട് കൊടുക്കണമെന്ന്. അല്ല ഞാന് ഇതൊക്കെ പറയാന് എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഉണ്ട്. ദൈവത്തിന് മകത്ത് ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയും ഇയാള് കോടിക്കണക്കിനുണ്ട് അതുകൊണ്ട് അയാള്. ഞാനിപ്പം വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈയിടെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ മുമ്പ് ഒരു തള്ള വന്ന് വർത്താനം എല്ലാം പറഞ്ഞപ്പം ജോഷുവയുടെ കാര്യം ചോദിച്ചു, പഠിക്കുമോന്ന്. ഞാൻ പറഞ്ഞ അത്ര പോരാ, ബുദ്ധിയൊക്കെ ഉണ്ട്, എന്നാലും അത്ര. ഉടനെ അവര് പറയാം, ഇനി എന്തിനാ പഠിക്കുന്നത്, തന്തയുടെ കോടിക്കണക്കിനുണ്ടല്ലോ എന്ന്. ആ തള്ള പറഞ്ഞു വെച്ച് പോയതാ. എന്തിനാ ഇനി പഠിക്കുന്നേ? അപ്പൻ്റെ ഞാൻ ഈ വട്ട് തള്ളയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്? തന്നെയില്ല, അവർക്ക് ഭക്ഷണം എടുത്ത് വെച്ച് അവർ പിന്നെ പറയുമ്പോൾ കഴിക്കാതെ വെറുതെ എന്തിനാ ആലോക്യം? ഞാനും കണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങൾ ഇതൊന്നും ലൈവിൽ പറയുന്നത് അല്ലെങ്കിൽ അങ്ങ് പറയുക. ഞാൻ ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യോഗമൊക്കെ നടക്കുമ്പോൾ ഭക്ഷണം നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. മറ്റാരെങ്കിലും ഏറ്റില്ലെങ്കിൽ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഞാനാ പോകുന്നെങ്കിൽ
ഉദാഹരണമല്ല, അനുഭവമാണ്. ഈ മീൻ മേടിക്കാൻ ചെല്ലുമ്പം ഞാൻ അവനോട് പറയും നല്ല മുഴുത്ത പീസ് തരണം. ചെയ്തിട്ടാണ് പറയാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം വേറൊരുത്തനാ, അവനറിയാമല്ലേ, ഞാൻ പറഞ്ഞിട്ട് മുടുത്ത പീസ് വേണം. അവൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് കുറഞ്ഞത് ഒരു 60 ഗ്രാമിൽ കുറയരുത്. ഒരു പീസ്. ഇത് അച്ചാറിടുന്നത് പോലെ മീൻ മുറുക്കിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ട്, അത് സ്പൂൺ ഇങ്ങനെ ഓടിക്കത്തേ ഉള്ളൂ, കൊടുക്കുകയല്ല. പാത്രത്തിനകത്തോട്ട് സ്പൂൺ വീടുകയല്ല, മേളിൽ കൂടെ കൊടുത്തെന്ന് പേരും കഴിച്ചവനിട്ട് ഗുണം. ഞാൻ ഞങ്ങളുടെ സഭയിൽ പറയും ആവശ്യത്തിന് കഴിക്കണം, പക്ഷെ ഒരു ചോറ് കളയരുത്. ഒരു ചോറ് കളയരുത്, കൂട്ടാനും കളയരുത്. അനേക ദൈവമക്കൾ കഷ്ടപ്പെട്ട് റോഡ് പണിക്ക് പോകുന്നവനുണ്ട്, റബ്ബർ വെട്ടാൻ പോകുന്നവൻ കാണും, ഈ വെയിലത്ത് ചൂട് പിടിച്ച് പണിയുന്നവർ കാണും, അടുക്കള പണി ചെയ്യുന്ന സഹോദരിമാർ കാണുന്നത് മോശമൊന്നുമല്ല, നല്ല പണിയാണ്. തൂത്തുവാരാൻ പോകുന്നവർ കാണും. അത് എല്ലാ ജോലിയും അതിന്റെ മാന്യതയുണ്ട്. ചെല്ല് ധരിച്ചു വെച്ചേക്കുന്ന ജോലിക്കെല്ലാം മാന്യത. ഏത് ജോലിക്കും അതിന്റെ ജോലി ചെയ്യാതെ നീ ഒരുത്തനെ കബളിപ്പിക്കുന്നതാ വൃത്തികേട്. ഒരു ജോലിക്കും പോകുകയല്ല, രാവിലെ കുളിയും കഴിഞ്ഞ് കസാര ഇങ്ങനെ കാലും മറപ്പിച്ചിരിക്കുക. ഒരു ജോലിക്കും പെമ്പള ജോലിക്ക് വിട്ടേ ഇവൻ പിള്ളേർക്ക് ബിസ്ക്കറ്റും കൊടുത്തിരിക്കുന്ന ബിരുദന്മാരും ഉണ്ട്. അവളെന്ത് ചെയ്യാ? അവള് നിനക്ക് എന്നാ പണി? അവനൊരു വണ്ടിയൊക്കെ ആയിട്ടിങ്ങനെ. എൻ്റെ വിഷയമല്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. സ്തോത്രം. അല്ല, ജോലി ചെയ്യുന്നത് മാന്യതയാണ്. അധ്വാനിക്കാൻ ഒക്കത്തില്ല. എന്നാളൊരു തള്ള പറഞ്ഞു, നിങ്ങൾക്ക് പാഷന്മാർക്ക് അധ്വാനം ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, തള്ള ഞങ്ങൾ വർത്താനം പറഞ്ഞ സൂക്ഷിച്ച് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, വിജയിച്ച് വചനത്തിലും ഉപദേശത്തിലും. ഇന്നലെ റാന്നി പ്രസംഗിച്ചപ്പം വാക്യം വായിച്ചെന്നൊരു തള്ള പറഞ്ഞു, സ്തോത്രം, ചുമ്മാ കിട്ടുകയല്ലേ എന്ന്. ഞാനവരോട് കാര്യം പറഞ്ഞാച്ചാ പോകുന്നത്. ചുമ്മാ കിട്ടുകയെന്ന്. പിന്നെ ദൈവത്തിന്റെ മഹത്വം. ഏത് മേഖലയിലാണെങ്കിലും നന്നായിട്ട് അധ്വാനിച്ചെങ്കിലേ അതിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പൊ എല്ലാ ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. അതുകൊണ്ട് ആരെയും കുറച്ച് കാണരുത്. ചെല്ലി പറയത്തില്ല, ആ സഹോദരിക്ക് എന്തുവാ ജോലി? പഞ്ചായത്ത് തൂത്തുവാരാ, അന്തസ്സുള്ള പണിയാ അത്. അമ്മാമ്മയ്ക്ക് എന്തുവാ ജോലി? അടുക്കള പണിയാ, അന്തസ്സുള്ള പണിയാ. ഏത് ജോലിക്കും അതിന്റെ മാന്യതയുണ്ടെന്ന്. അതുകൊണ്ട് ആരെയും കുറച്ച് കാണരുത്, ഇകഴ്ത്തി കാണരുത്. ദൈവത്തിന് മഹത്വം. ഇന്ന ജോലിയാണെന്ന് ഓർത്ത് ഭാരപ്പെടുകയും ചെയ്യരുത്. എല്ലാത്തിനും അതിന്റെ മാന്യതയുണ്ട്. അപ്പൊ കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കുക. ഇവര് തുച്ഛീകരിക്കുക. ദേശാധിപതിക്ക് അർപ്പിച്ച് അവൻ സ്വീകരിക്കുമോ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. പെന്തിക്കോസുകാരെയൊക്കെ നോക്കിയാൽ മിക്കവര് വീടൊക്കെ ഭയങ്കര വീടാ, 4 കോടി 5 കോടി 6 കോടി. ഇവനൊക്കെ പോയി ആരാധിക്കുന്നത് ഓള് കണ്ടിട്ടുണ്ടോ? ഇവനെല്ലാം പോയി കിണ്ണച്ചാന്നും പറഞ്ഞിരിക്കുക. ഞായറാഴ്ച ഒരു തമ്പേറും കിട്ടും, ചുമ്മാ ഇരുന്ന്. യവന്റെ എല്ലാം വീട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിണ്ടുന്നില്ല. എന്തിനാ മിണ്ടായിരിക്കുന്ന നല്ലത്. അങ്ങനെ വേണമെന്ന്. വീടിനേക്കാളും മെച്ചമായിരിക്കണം ആ ആലയം. യെരൂശലേമിന്റെ മതിൽ പണി തടസ്സപ്പെടുത്തി ആലയത്തിന്റെ പണിക്കും തടസ്സം വന്നു. സെരുബ്ബാബേൽ വന്ന് ആലയം പണിയുക, നെഹെമ്യാവ് പിന്നത്തേരി വന്ന മതിൽ പണിയുന്നത്. ഇതിനിടയ്ക്ക് എസ്രായുടെ നേതൃത്വത്തിൽ ആൾക്കാർ വന്ന് എസ്ര നവീകരണത്തിന് മുന്നിൽ നിന്നു. ആത്മിക ശുശ്രൂഷ. അതാ ഇസ്രയെ പറ്റി പുസ്തകം വിടർത്തിയെന്നും പുസ്തകം വായിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നെന്നും ഒക്കെ നമ്മുടെ പുസ്തകത്തിൽ വായിക്കുന്നേ. അപ്പൊ സെരുബ്ബാബേലിന്റെ 2 പേരുടെ നേതൃത്വത്തിലായി ഇവര് പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്നത്. ഒന്ന് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലും ഒന്ന് എസ്രായുടെ നേതൃത്വത്തിലും. പിന്നെ നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ പുറകെ വന്നു. അപ്പോൾ സെരുബ്ബാബേൽ വന്ന് ആലയം പണിയാൻ നേരത്ത് ആരംഭത്തിൽ കോരേശ് കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചെങ്കിലും പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ തടസ്സമുണ്ടായി. ഏതാണ്ട് 15 കൊല്ലത്തോളം പണി മുടക്കി. 15 കൊല്ലത്തോളം പണി നിർത്തി.
അതിന് വേറെ കാര്യമുണ്ട്. കത്തുമൊക്കെ എഴുതി തന്ത്രമൊക്കെ അന്നും ഉണ്ടായിരുന്നു. കത്തെഴുതുന്ന അയ്യോ നമ്മുടെ ആൾക്കാരല്ലേ. കത്തെഴുതി അതിൻ്റെ പകർപ്പെടുത്ത് രാജാവിന് അയച്ചു കൊടുത്തു. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. എന്ത് നാശം ഒപ്പിച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ പണി മുടങ്ങി കഴിഞ്ഞപ്പോ ഇസ്രായേൽ മക്കള് യഹൂദ ജനോടുത്ത് ഇനി ഇപ്പൊ പള്ളി പണിയുന്നത് വലിയ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഇവന്മാര് വീട് പണിയാൻ തുടങ്ങി. ഇനിയിപ്പോ പള്ളി പണി നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ നമുക്ക് ചൊവ്വിനെ വീടങ്ങ് പണിയും. ഇങ്ങനെ വീട് പണിയാന്നും പറഞ്ഞ് പള്ളിപ്പണി നിർത്തിയച്ച് ഇവനെല്ലാം കൂടെ വീട് പണിതു. വീട് പണിതപ്പം സെക്കറിയാവിനെ ഹഗ്ഗായിയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഹഗ്ഗായി എഴുന്നേറ്റ് പറഞ്ഞ്, എടാ അവൻ സ്വന്തം നിങ്ങൾ തട്ടിട്ട വീട് പാർക്കുക, നിങ്ങൾക്ക് ആലയം ഒന്നുമില്ലേ? 1-ാം അധ്യായത്തിൽ തന്നെ ഹഗ്ഗായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വലിയ തട്ടിട്ട ഈ ആലയം ശൂന്യമായിട്ട് കിടക്കുക. ഉറക്കെ വായിച്ച വാക്യങ്ങള്, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ. അയ്യോ, നിങ്ങൾക്കിത് മനസാക്ഷിക്ക് കുത്തൊന്നുമില്ലേ? ദൈവാലയം ശൂന്യമായി കിടക്കുക, നല്ലൊരു മേശയില്ല. ജാബുവാന്റെ കാലത്ത് ഒരു മൈക്ക് ഹലോ എന്ന് വെക്കുമ്പോ അളിയാന്നാ കേൾക്കുന്നേ. തമ്പേറിയാക്കോച്ചന്റെ കാലത്ത് മേടിച്ചൊരു തമ്പേർ ഒരു വശം പൊട്ടി. പിന്നെ നിങ്ങളുടെ ബന്ധമല്ലേ തമ്പേർ കാച്ചു? കുറ്റമല്ലി പറഞ്ഞത്. പഴയ ഒരു തമ്പേറ് ബാത്റൂമിന് കൊളുത്തുമില്ല. ബാത്റൂമിൽ നമ്മൾ ഒരു കൈ പിടിച്ചോണ്ടാ മനസ്സിലാകുന്നില്ല. എല്ലായിടത്തെയും കാര്യം അല്ലി പറഞ്ഞത്. അല്ലെ ബാത്റൂം അങ്ങോട്ട് ചായച്ച് നമ്മൾ തള്ളിപ്പിടിച്ച് നിൽക്കുക. അല്ല ഞാനങ്ങനെ നിന്നിട്ടുണ്ടെന്ന് ആരുടെ ബന്ധം തള്ളിയാലോ? അല്ലെ പിന്നെ ഒച്ച ഉണ്ടാക്കി നിൽക്കണം അതിനകത്ത്. ഞാൻ പറഞ്ഞ അമ്മാമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലേ? ടാപ്പിനകത്ത് വെള്ളവുമില്ല. ഒരു ബൈത്തോമി ഞാൻ ചെന്ന് ബക്കറ്റ് മക്കും കണ്ടിട്ട് തൊടാനൊക്കത്തില്ല. ആ ക്ലോസറ്റിന്റെ അവിടെ എല്ലാം മഞ്ഞ പിടിച്ച് കട്ട കണക്കിനിരിക്കുക. എല്ലാരും മറുഭാഷ പറയുന്നുണ്ട്. എന്നെ എല്ലാരും അങ്ങ് തമ്പിച്ചിരിക്കുന്നേ. നിങ്ങളുടെ കാര്യമല്ല ഈ പറഞ്ഞത്, ഞാൻ പൊതുവിലായി പറയുന്നത്. ആത്മീക വിഷയത്തിനായിരിക്കണം പ്രാധാന്യം. ആരാധിക്കുന്ന ആലയമായിരിക്കണം ഏറ്റവും വൃത്തി. സ്തോത്രം. ആത്മീക വിഷയത്തിന് കീഴിലായിരിക്കണം ബാക്കി മുഴുവൻ വിഷയവും. നിങ്ങൾ വലിയ തട്ടിട്ട വീടുകളിൽ 2 നില 3 നിലയൊക്കെ പണിത് പുട്ടിയൊക്കെ അടിച്ചു വലിയ അതൊക്കെ നല്ലതാ, യോഗ്യമായിട്ട് പാർത്തോ. പക്ഷേ ആലയമല്ലേ വിഷയം. ഒന്നുകൂടെ വായിച്ചേ റോസമാമേ. ഈ ആലയം ശൂന്യമായിരിക്കെ കാലമായോ? നിങ്ങളുടെ വഴികളെയൊക്കെ ഒന്ന് വിചാരിച്ചു നോക്കിനി. നിങ്ങൾ വളരെ വിതച്ചിട്ടും എന്നെ ഒന്നും ഗതി പിടിക്കാത്ത തന്നെ, ഗത്യന്തരം ഉണ്ടാക്കാത്ത തന്നെ ഒത്തിരി വിതയ്ക്കുന്നുണ്ട്. ആമൻ നിങ്ങൾ നെല്ല് വിതയ്ക്കുന്നു, ഗോതമ്പ് വിതയ്ക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, ചോളം വിതയ്ക്കുന്നു, തീന വിതയ്ക്കുന്നു, എള്ള് വിതയ്ക്കുന്നു. പക്ഷെ ഗുണം വരുന്നില്ലല്ലോ. സ്തോത്രം. കണ്ടമാനം വിതയ്ക്കുകയല്ലേ. വിതയ്ക്കുന്നതെല്ലാം കൊണ്ടുപോകുന്നു മെഡിക്കൽ കോളേജുകാരും ലൈഫ് ലൈന് മുത്തൂറ്റ് വാപ്പച്ചൻ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയണേ. ആഴ്ച എവിടെ പോകുന്നു? KM ചെറിയാൻ്റെ അവിടെ. അതിന് അല്ല, മാസത്തിൽ ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യേ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ആലയം ഒന്ന് ചെക്കപ്പ് ചെയ്യണ്ടേ? വേണ്ടേ? ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യുമല്ലോ. ഇപ്പൊ അല്ല ഈ ഓരോ ഇതായിട്ട് ഒരു എന്തുവാ അതിന് പറയുന്ന പാക്കേജ് അല്ലേ? ആലയം ഒന്ന് ചെക്കപ്പ് ചെയ്യണ്ടേ? ആരാധന എങ്ങനെയിരിക്കുന്നു, കസേര ഒടിഞ്ഞതാണോ, വൃത്തിയുള്ളതാണോ, എല്ലാം ശുചിത്വമാണോ, കാര്യങ്ങളുണ്ട്, എങ്ങനെയുണ്ട്, എല്ലാം ചെയ്യണ്ടേ? ഇത് ചെയ്യാതെ പോയാൽ നിങ്ങൾ വധിച്ചിട്ടൊന്നും ലഭിക്കുന്നില്ല. വായിച്ചേ. എത്ര നിന്നിട്ടും മതിയും വരുന്നില്ലല്ലോ. ഒറ്റ കല്യാണം മുടക്കുകയല്ല, മുഴുവനും അടിച്ചു പെരുക്കുക.
എന്നിട്ട് പിന്നെയും തൃപ്തി വരുന്നില്ലല്ലോ. തിരിച്ചു പോകുമ്പോഴും പറഞ്ഞ തോരൻ അത്ര പോരായിരുന്നു. കണ്ട, ഞാൻ വിവരിക്കുന്നില്ല. അടുത്ത വാക്യം വായിച്ചോ. കുടിച്ചിട്ടൊന്നും മതി വരുന്നില്ല, തൃപ്തി വരുന്നില്ലല്ലോ. പിന്നെ വസ്ത്രം കുളിരി മാറുന്നില്ല. എത്ര കിട്ടിയിട്ടും തൃപ്തി, എത്ര ജോഡിയുണ്ട്, തൃപ്തി ഉണ്ടോ? മോന്തായിരിക്കുന്ന കണ്ടല്ലോ. എത്ര ജോഡിയുണ്ട്, തൃപ്തി ഉണ്ടോ? ഇല്ല. പിന്നെ ഏതെങ്കിലും കളർ കാണുമ്പോ പിന്നെ ആകർഷണമാണ്. ദൈവാലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാനില്ല. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. ദൈവത്തെ തുച്ഛീകരിക്കുക. ഭക്തന്മാരുടെ സംസാരമെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. ഇവര് ഗുണം വരുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. ആ 13 മലാക്കി പ്രവചനം 3:13 മുതൽ വായിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എന്നെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് വായിക്കും. അത് തന്നെ. പിന്നെ അത് തന്നെ വായിക്കുക. എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരേ, കർത്താവിന്റെ വേല വ്യർത്ഥമല്ല. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമല്ലെന്ന്. ദൈവനാമത്തിന് വേണ്ടി ചെലവാക്കുന്നതും ചെലവഴിക്കുന്നതും കർത്താവിന്റെ വേലയ്ക്ക് ചുമട് കൊടുക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നത് ഒരിക്കലും വ്യർത്ഥമല്ല. ഇവരെ ചിന്തിക്കുക ഇതെല്ലാം വ്യർത്ഥമാണ്, അബദ്ധമാണ്. അതെ, ഇങ്ങനെയുള്ള വാക്കുകളായി ഇവര് പറഞ്ഞത്. കറുപ്പുടുത്ത് നടന്ന എന്ത് പ്രയോജനം? ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷ നിൽക്കുക, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു ഗുണവും വരുന്നില്ല. ഇതൊക്കെ ഈ ഭക്തന്മാർ കൂടി അല്ല, ഗുണം വരുന്ന കാര്യമൊന്നും അല്ല പറഞ്ഞേ. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. അതെ, അപ്പൊ നാം ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ആണ് നമ്മുടെ വിഷയത്തിൽ വരാൻ. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സഭ നമ്പർ 1 സഭ, മുന്തിയ സഭ. എന്നാൽ 2-ാം അധ്യായത്തിന് 9-10 വെളിച്ചത്തിൽ ആത്മാവ് ആഴമറിയും. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളറിയും. ആഴമറിഞ്ഞ ആത്മാവ് ഇവരെ പറ്റി പറയുക. 3-1 വായിര്. 3-1. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരുണ്ടെന്നത് പോലെ അല്ല, ജഡീകന്മാരുണ്ടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരുടെന്ന പോലെ എത്രയോ സംസാരിപ്പാൻ. അപ്പോൾ 1-ാം അധ്യായത്തിൽ നമ്പർ 1 സഭയാ, മുന്തിയ സഭയാ, 1-ാം കിട സഭയാ. പക്ഷെ 2-ാം അധ്യായത്തിൽ ആഴമല്ല അറിഞ്ഞ ആത്മാ പറയാ, നിങ്ങൾക്ക് വരവൊക്കെ ഉണ്ട്, പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വചനതിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, സാക്ഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെയൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷെ ആത്മീകരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണമുണ്ട്. 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ ഇരിക്കെ. അപ്പോൾ ഇത് പാടില്ല. ഈർഷ്യയും പിണക്കോ ഒന്നും പാടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നത് നമ്മുടെ എടുത്ത വിഷയത്തിലോട്ട് വരണല്ലേ, പിന്നെ അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് സമയത്ത് പിന്നെ നിർത്താനും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആ ഭാഗമെല്ലാം വിടുക. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ ഉണ്ടെന്ന് അത് പാടില്ല. വിശേഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവമക്കൾ, നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഈർഷ്യയും പിണക്കോ ഒന്നും വെച്ചോണ്ടിരിക്കരുത്. രമ്യതപ്പെട്ടോണം, നിരപ്പായിക്കോണം. സ്തോത്രം. പിണങ്ങരുത്, വഴക്കമൊന്നും ഉണ്ടാക്കരുത്, അലോഗ്യമൊന്നും ഉണ്ടാക്കരുത്. ചില അലോഗ്യത്തിന്റെ സാധ്യതയാണ് നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറിയേക്കണം. വളരെ സൂക്ഷിക്കണം. ഈർഷ്യയും പിണക്കവും ഒന്നും പാടില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ അകത്തിൽ നിന്ന് 5 കൂട്ടം കാര്യം കളയണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. അപ്പൊ 5 കൂട്ടം കാര്യം അകത്തിൽ നിന്ന് കളയണം. ഇതൊന്നും അകത്ത് വെച്ചുകൊണ്ട് പെരുമാറരുത്. ഈർച്ചയും പകയും പിണക്കവും ഇതെല്ലാം അകത്തിൽ നിന്ന് കളയണം. അത് വിഷയം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ 3-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഇടയിൽ ഈ പകയും പിണക്കവും ഒക്കെ ഇരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ടമാനം ഇവര് അറിവെല്ലാം അങ്ങ് ചീർപ്പിക്കുക. ഇവർക്ക് ഏതാണ്ട് എല്ലാം അറിയാന്നുള്ളൊരു ചിന്ത. അങ്ങനെയുള്ള ആത്മീയ ലോകത്തുള്ള ആൾക്കാരുണ്ട്. അവരുടെ യോഗത്തിലുള്ള ഇരിപ്പും മരവും ഒക്കെ കണ്ട ഇവർക്കെല്ലാം
അറിയാം, തികഞ്ഞവനാ. എന്നാൽ സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും അറിയത്തുമില്ല. ഇതുവരെ പൊതുവിൽ പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല, സന്ദർഭോചിതമായി പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ചിലയിടത്ത് എന്നാൽ ചില പാസ്റ്റർമാരുടെ ഇരിപ്പുമൊക്കെ കണ്ടാൽ ഇവിടെ വലിയ തിരക്കേടില്ല. ചിലയിടത്ത് എന്നാൽ സ്റ്റേജിലുള്ള ഇരിപ്പ് കണ്ട എന്തോ വലിയ എന്തോ അതിന് പറയാനേ. എന്നാൽ പുള്ളിയോട് ആശീർവാദം പറയാൻ പറഞ്ഞാൽ അത് തെറ്റിക്കുകയും ചെയ്യും. ആശീർവാദം പ്രാർത്ഥനയാകും, പ്രാർത്ഥന കണ്ണുനീരാകും, കണ്ണുനീര് പിന്നെ നിലവിളിയാകും. അറിയത്തില്ല. ഇരിപ്പും ഭാവവും കണ്ടാലോ യോ ഏതാണ്ടല്ല അറിയാന്നുള്ള ചിന്തയാ. നിങ്ങൾ ശ്രദ്ധിച്ച മരണ വീട്ടിലാണെങ്കിലും കല്യാണ ചുരുക്കൊക്കെ വാക്യം വായിക്കാൻ കൊടുത്ത അന്നേരം തെറ്റിക്കുക. ആ വരവും പോക്കും ചയ്യും ഒക്കെ കെട്ടിയുള്ള ഇരിപ്പ് കണ്ടാൽ ഓർക്കും പൗലോസ് പോലും പുള്ളിയുടെ വെട്ടത്തിൽ. അപ്പൊ അഹങ്കാരമാ, അറിയാന്നുള്ള ചിന്ത. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ എപ്പോഴും പറയും, ഈ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, നമുക്കൊന്നും അറിയത്തില്ല. ഇത് കേൾക്കും തോറും ആ മനുഷ്യ ഓരോരുത്തരും കൂടെ കേൾക്കും തോറും എനിക്ക് മനസ്സിലാകുന്നത് അയ്യോ നമുക്കൊന്നും അറിയത്തില്ല. 2, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യോഗ്യതയില്ലാത്ത എനിക്ക് ഇത് കേൾക്കുവാനും അറിയുവാനും ഇത് ഗ്രഹിപ്പാനും ദൈവം ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. ഈ വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യമുണ്ട്. ഇതിനകത്ത് എന്തെല്ലാം കാര്യം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. ചില വിഷയം കാര്യം മറച്ചു, ദൈവം എല്ലാം ഒന്നും മനസ്സിലാക്കി തന്നിട്ടില്ല. ചിലരുടെ ആ പോകും പാവം കണ്ട ഇവർക്ക് എല്ലാം അറിയാം. ഇല്ല, നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ. ആടെ ഭാഗത്തേക്ക് പോകുന്നില്ല. കൊരിന്ത്യലേഖനം ഓടിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. അതൊക്കെ പെട്ടെന്ന് വായിച്ചു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് പിന്നെ ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പിന്നെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുമുണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കുക, കൊരിന്ത്യലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. 10-ന്റെ 1 വായിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിന് സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആകാരം നിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നിട്ട് 11-ാം 12 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുവൻ സൂക്ഷിക്കണം. ഇതെല്ലാം പറഞ്ഞേച്ചാണ് 13 പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ചരിത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഭിഷേകമൊക്കെ പ്രാപിച്ച് തിരുമേശയെ കിടത്തി കൂട്ടായ്മ ആചരിക്കുക. പക്ഷേ ഇവരിൽ പലരും പാട്ടുപോയി. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവരെ മരുഭൂമി തെള്ളിയിട്ടെന്നാ തെള്ളിയിട്ടു. അങ്ങനെ ഒരു പട്ടുപോകാൻ പല കാര്യമുണ്ട്. പ്രധാനമായിട്ട് 5 കാര്യം അവിടെ 5 കാര്യം രേഖപ്പെടുത്തി. 5 കാര്യം. അതിലൊന്ന് ദുർമോഹം. അവര് മോഹിച്ചതുപോലെ നിങ്ങൾ ദുർമോഹികൾ. വായിച്ച വാക്യം 6-ാം വാക്യം മുതൽ 6-ാം വാക്യം മുതൽ വായിച്ചു. 10-ന്റെ 6. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന്. പക്ഷെ ഈ ദുർമോഹം അത് പാടില്ല. ഒത്തിരി മോഹങ്ങളൊന്നും അകത്ത് വെച്ചോണ്ടിരിക്കരുത്. ചെല്ലങ്ങ് സ്വപ്നം കാണുക. അത് പുതിയ ഉപദേശക്കാരുണ്ട്, അവർ പറഞ്ഞ നമ്മൾ സ്വപ്നം കാണണമെന്ന. ദുരുപദേശത്തിന്റെ ഒരു വകഭേദമാണ് സ്വപ്നം കാണുന്നത്. കാരണം യൂദായുടെ ലേഖനത്തിൽ വയ്ക്കുന്ന ഒരു സ്വപ്നാവസ്ഥയിലായെന്ന. പത്രോസും യൂദയും കൊടുത്തിരിക്കുന്ന അവര് സ്വപ്നാവസ്ഥയല്ല, ചുമ്മാ ഇരുന്നങ്ങ് സ്വപ്നം കാണുക. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ദൈവമക്കൾക്ക് അത് പാടില്ല. ഇപ്പൊ പുതിയ ഉപദേശക്കാരങ്ങനെ, നമ്മളെ അമ്മാമ്മയെ നമുക്കൊരു വീട് കിട്ടുന്നെങ്കിൽ നമ്മൾ ആ വീട് പിന്നെ വേറൊന്നും കാണാനില്ല. നമുക്കൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ നമ്മളത്
ആരോട് പറയാൻ? ദൈവത്തിന്റെ മഹത്വം. അത് ഇവര് ദുർമോഹം, ആവശ്യമില്ലാത്ത മോഹങ്ങള്. ദൈവമക്കളോട് ഒരു കാര്യം പറയാ, ഇങ്ങനെയുള്ള മോഹങ്ങൾ, രാഗങ്ങൾ, ആഗ്രഹങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിനെ പിടിച്ചടക്കണം. സ്തോത്രം. ഈ ദുർമോഹം എല്ലാവർക്കും ഉള്ളതാണ്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകരുത്. ആവശ്യമില്ലാത്ത മോഹങ്ങൾ, രാഗങ്ങൾ, ആഗ്രഹങ്ങൾ പാടില്ല. അതിനെ പിടിച്ചടക്കി ദൈവമക്കൾ അതിനെ ജയിക്കണം. അങ്ങനെയൊക്കെ മോഹങ്ങൾ അകത്ത് കയറിയാൽ നമ്മുടെ സ്വസ്ഥത കെടും. സ്തോത്രം. ഒന്ന് ദുർമോഹം, താഴെ കൊണ്ട്. രണ്ട് വിഗ്രഹാരാധന. അവര് ചിലർ വിഗ്രഹാരാധികൾ ആയതുപോലെ വായിച്ചോ, നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ഒന്ന് ദുർമോഹം, രണ്ട് വിഗ്രഹാരാധന, മൂന്ന് പരസംഗം, നാല് പരീക്ഷിച്ചു, ദൈവത്തെ പരീക്ഷിക്കുക, അഞ്ച് പിറുപിറുപ്പ്. അപ്പൊ ശ്രദ്ധിക്കുക, ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുന്നു, പിറുപിറുപ്പ്. ഇത് നമുക്ക് പാടില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ മരുഭൂമിയിൽ പട്ടുപോയത്. ഒരു കാര്യം ദൈവമക്കളോട് പറയുക, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ മരുഭൂമിയിൽ പട്ടുപോകും. ആവശ്യമില്ലാത്ത മോഹങ്ങളും ആഗ്രഹങ്ങളും അതിനെ അങ്കുരിച്ചു വരുമ്പോൾ അതിനെ പിടിച്ചടക്കണം. പിടിച്ചടക്കിയില്ലെങ്കിൽ നീ മരുഭൂമിയിൽ പട്ടുപോകും. ചിലരെ ധരിക്കുന്ന പെന്തിക്കോസ് വരുന്ന വലിയ വീട് വെക്കാനും വണ്ടി മേടിക്കാനും, അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. വസ്തു മേടിക്കാനും വിദേശത്ത്, അതല്ല പെന്തിക്കോസ് വന്ന എന്റെ ഭാഷ ഞാൻ പറയാം. ഈ മാർഗത്തിൽ വന്നത് നിത്യതയിലെത്താനാ. ആ നിത്യതയിലെത്തുന്നതിന് മുൻപായിട്ട് ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനുമാണ്. അതിനായിട്ട് കടുപിടി ഒന്നും കൂട്ടണ്ട. നിനക്ക് ആവശ്യമുള്ളതൊക്കെ നടത്തി തരുക ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ദുർമോഹം ഇത് പാടില്ല. വിഗ്രഹാരാധന അതും പാടില്ല. ദൈവത്തിന് മഹത്വം. ഇവരെ ഈ വിഗ്രഹാരാധനയും പരസംഗവും ദൈവത്തെ പരീക്ഷിച്ച സംഭവം സംഖ്യാപുസ്തകം 25 ഇവര് ഷിത്തീമിൽ വന്ന് ജനം പാർക്കുക. വായിച്ച 25:1, 25:1, സംഖ്യ 25:1. പെട്ടെന്ന്. ഇസ്രായേൽ മക്കളെ ഷിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ് സ്ത്രീകളുമായിട്ട് പരസംഗത്തിൽ ഏർപ്പെട്ടു. അടുത്ത വാക്യം. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അതിനായി പരസംഗത്തിലകപ്പെട്ടത്. ഇവര് ഷിത്തീമിൽ വന്ന് പാർക്കുമ്പോൾ ഈ ഷിത്തീമിലുള്ളവര് മോവാബ്യരെ, ജാതികള് ഇവരെ ക്ഷണിച്ചു. ഇപ്പോഴും അങ്ങനത്തെ പെന്തിക്കോസുകാരുണ്ട്. ഓണക്കളിക്ക് പോകുന്നവരുണ്ട്, ഓണം ഉണ്ണാൻ പോകുന്നവരും ഉണ്ടാച്ചായിരിക്കും മിക്കവരും ഇരിക്കുന്നത്. ഉപവാസം ആയതുകൊണ്ട് കുഴപ്പമില്ല. മിടുക്കരായ ബന്ധുക്കോസുകാർ വീട്ടിലുണ്ടാക്കുകയല്ല. അനിയത്തെയും ചേട്ടത്തെയും ബന്ധുക്കോസിലല്ലെങ്കിൽ അങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ ഇവിടെ വെക്കുകയും വിളമ്പുകയും വേണ്ട, നമുക്കുള്ളത് കിട്ടുകയും പോവും. അങ്ങനെയുള്ള ബന്ധുക്കോസുകാരുണ്ട്. സ്തോത്രം. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ബന്ധുക്കോസുകാരുണ്ട്, ഉണ്ട്. ഓണം ആഘോഷിക്കുന്നവരും ഉണ്ട്. നല്ല മുഴുത്ത ഗുരുവായൂർ പപ്പടം, ഉപ്പേരിയും ശർക്കര വരട്ടിയും കളിയടയ്ക്ക. ഏനോ ആർക്കും ഒന്നും അറിയാൻ മേല. ഇല്ല പാവത്തുങ്ങൾ. സ്തോത്രം. ഓണത്തിൻ്റെ തൂഷണിനെയൊക്കെ വെട്ടിയിട്ടേ ഇലക്കകത്ത് ഉണ്ണരുതെന്നോ ഉപ്പേരിയോ ഇത് കഴിക്കരുതെന്നല്ല പറഞ്ഞത്. ഈ ചടങ്ങ് പാടില്ലെന്നായി പറഞ്ഞത്. അന്നേ ദിവസം ഒരു പ്രത്യേക നാം ഏർപ്പെട്ട ദൈവമക്കളാ. ഇവരെ ഷിത്തീമിൽ വന്ന് പാർക്കുക ഇസ്രായേൽ മക്കള്. അപ്പൊ മോവാബിലുമായിട്ട് ഇവര് ഇടപെടാൻ തുടങ്ങി. ഇവരോട് കർക്കശമായി പ്രമാണം കൊടുത്തു, നിങ്ങൾ ചെന്ന് കയറുന്ന നാട്ടിലെ ജാതികളുമായി യാതൊരു അവരുടെ ഒന്നും കണ്ടു പഠിക്കരുതെന്നാ പ്രമാണം. അവരുടെ ആചാരങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ പിന്തുടർച്ചയാകട്ടെ മാമൂലാകട്ടെ അവര് പല കാര്യം ചെയ്യും. പ്രമാണമില്ലാത്തവരാണ്. പ്രമാണമില്ലാത്തവർ ചെയ്യുന്ന കണ്ടോണ്ട് പ്രമാണമുള്ള നീ അത് പാടില്ല. ഇത് കർക്കശമായ പ്രമാണമാണ്. ഇതിപ്പോ അവരെക്കാളും താല്പര്യം നമ്മക്കാ. നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്ന അമ്മാമ്മ ഉപ്പേരി വറത്തില്ലേ? ഓണമായിട്ട് ശർക്കര വരട്ടി നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. ക്രിസ്മസിന് കേക്ക് ഇത്തവണ നിങ്ങൾ കേക്ക് മേടിച്ചില്ലേ?
നല്ല കവള നിറച്ച് കഴിക്കുകയും ചെയ്യും. സ്തോത്രം. ഇവര് മോവാബിയരുമായിട്ട് ഇടപെട്ടുന്ന ഇത് വേർപാടിന്റെ ഉപദേശമാണ്. കർക്കശമായ ഉപദേശമാണ് വേർപാട് ഉപദേശം. ദൈവമക്കൾ വേർപാട് പാലിച്ചേ ഒക്കൂ. അപ്പോൾ ഇവര് മോവാബിയരുമായിട്ട് ഇടപെട്ടു. അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവര് ചെന്നു, അത് തന്നെ കുഴഞ്ഞു. ചെല്ലുക മാത്രമല്ല, ഭക്ഷിക്കുകയും ചെയ്തു. 3, അവരുടെ ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഇവര് ദൈവത്തോട് പാപം ചെയ്തു. സ്തോത്രം. അങ്ങനെ പാപം ചെയ്തപ്പോൾ ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല അടുത്ത വാക്യം വായിച്ചാട്ട്, അടുത്ത വാക്യം. ഇസ്രായേല് ബാൽപെയോറിനോട് ചേർന്ന്. ബാൽപെയോർ ആരാ ഈ ബാൽപെയോര്? ബിലെയാം. 106 സങ്കീർത്തനത്തിന്റെ 28 വായിച്ച്. സങ്കീർത്തനം 106ന്റെ 28 പെട്ടെന്ന്. അനന്തരം അവർ ബാൽപെയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ഈ സംഭവം അവിടെ കൊടുത്തിരിക്കുന്നത്. അനന്തരം അവർ ബാൽപെയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. അപ്പോൾ ഇത് പ്രമാണമില്ലാത്ത വിഷയമാണ്. ഇത് പോയി ഇവർ ഭക്ഷിച്ച് പാനം ചെയ്ത് കഴിച്ചു. ബാൽപെയോർ എന്ന് പറഞ്ഞാൽ ബിലിയാമിനോട് ചേർന്നെന്ന് പറഞ്ഞാൽ അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും. അതായത് ഉപദേശം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നീയെ ഈ വിധ അനുഭവങ്ങളിൽ പെടാത്തൊരു ബന്ധുത കൂടാൻ പ്രമാണമില്ലെന്നുള്ളതാ പുസ്തകത്തിലെ പ്രമാണം. സ്തോത്രം. ഇപ്പൊ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാശും പുത്തനും ഒക്കെ നോക്കി കാര്യമൊക്കെ അങ്ങ് നടത്തുക. അവിടെ ഞാൻ എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സഭകളിലും അങ്ങനെ കാശും പിടിപ്പുമുള്ള ആളുടെ പിള്ളേർ ചെയ്താൽ വലിയ കുഴപ്പം ഇല്ല. പിന്നെ ബലഹീനതയാണെന്നാ പറയുന്നത്. ആ പരുവത്തിന് അല്ലാത്തവരാണെങ്കിൽ ഉടനെ നമ്മൾ അടിയന്തര കമ്മിറ്റി കൂടി ഉടനെ നടപടി എടുക്കും. എന്ത് മേളമാണ് നടക്കുന്നത്. എന്നാ പിന്നെ മറ്റേ വിഷയത്തിലൊന്നും എടുത്തേ. അതുകൊണ്ട് പഴമക്കാർ പറഞ്ഞല്ലോ, ചോരയുള്ള നായരെ കാണുമ്പോൾ അന്നേരം പേടിക്കും. ആട്ടെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ പരുവക്കേടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ആ വിഷയം വിട്ടൊക്കെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്. ആകെ ഒരു നേരത്തെ യോഗത്തിന് വന്നിട്ട് വഴക്കുണ്ടാക്കി പോകണ്ട. ദൈവത്തിന് മഹത്വം. ഇവര് ബാൽപെയോറിനോട് ചേർന്നു, ബിലിയാമിനോട് ചേർന്നു. ബിലിയാമിന്റെ ഉപദേശം എന്തുവായി? ബിലിയാമിന്റെ ഉപദേശം അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. അതാ ബിലിയാമിന്റെ ഉപദേശം. അതായത് ഇവര് പോകാൻ നേരത്ത് ഉപദേശം പറഞ്ഞേച്ചു പോയി. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഇവര് ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് ഇവര് മരുഭൂമിയിൽ പാട്ടുപോയി. ദൈവമക്കൾ കർക്കശമായ ഉപദേശത്ത് നിൽക്കണം. ഇവര് ശിത്തീമിൽ വന്ന് മോവാബിലുമായിട്ട് ഇടപെട്ട് പരസംഗം ചെയ്തു. ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവര് പോയി ഭക്ഷിച്ചു പാനം ചെയ്ത് ദേവന്മാരെ വണങ്ങി നമസ്കരിച്ചു. ഈ സന്ദർഭത്തിൽ മോശയും അഹരോനും എല്ലാം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കരഞ്ഞു വിലപിച്ചിരിക്കുമ്പോൾ ഒരു ഇസ്രായേല്യൻ ഒരു മിദ്യാന്യ സ്ത്രീയുമായിട്ട് നേരെ പാളയത്തിലോട്ട് വന്നു. അവന്റെ പേര് സിമ്രി, അവളുടെ പേര് ഹോസ്ബി. അവളാണെങ്കിൽ ഒരു മിദ്യാന്യ പ്രഭുവിന്റെ മകളാ. യവനാണ് ശിമിയോൻ ഗോത്രത്തിൽ ശാലുവിന്റെ മകനാ. രണ്ടും നല്ല കനമുള്ള വീട്ടിലെയാണ്. മറ്റവർ ജാതിയാന്ന് ഉള്ള പിടിപ്പുണ്ട്. ഇത് പെന്തിക്കോസാന്നുള്ള അതും പിടിപ്പുള്ളതാ. അപ്പൊ അവർക്ക് എന്തും ആകാമല്ലോ. അന്നും അങ്ങനെ അവർക്കെന്തും മിണ്ടുന്നില്ല. അറിയാൻ മേലാത്തതാണോ, എന്നെ പൊട്ടം കളിപ്പിക്കുന്നതാണോ, അവർക്കെന്തും ആകാം. കാരണം അവന് ഒരു പ്രഭുവിന്റെ മകനാ, ശിമിയോൻ ഗോത്രത്തിൽ, കുറഞ്ഞ പുള്ളിയല്ല. അവളാണെങ്കിൽ ഒരു വായിക്ക് എന്നെ നോക്കിയിരിക്കാതെ വായിച്ചതാ. തന്നെ വായിക്കാന്നോ? കണ്ടില്ലേ? സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാനിയ സ്ത്രീയെ കൊണ്ടുവന്നു. അതിന് കണ്ടുപിടിക്കുന്നില്ല. എലിയാസിന്റെ മകൻ ഫിനേഗാസ് അത് കണ്ടപ്പോൾ കയ്യിലൊരു കുന്തമെടുത്ത് തീക്ഷണതയോടെ നിന്ന് അവനെ കുത്തിത്തുള്ളു. പക്ഷെ അവനെ പറ്റി ചരിത്രം എടുത്തിരിക്കുന്നത്, അവനെ പറ്റി എടുക്കുന്ന അവൻ ശിമിയോൻ ഗോത്രത്തിൽ പ്രഭു ആകുന്ന സാലുവിന്റെ മകൻ. വായില് ആ കണ്ണി താഴത്തെ കണ്ണിയേക്കൊന്നുണ്ട്.
അവന്റെ പേര് സിമ്രി. പിന്നെ അവൻ ശിമിയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിന്റെ മോനാ. അപ്പൊ ഇവൻ ശിമിയോൻ ഗോത്രത്തിൽ പ്രഭുവായ സാലുവിന്റെ മകൻ, പ്രഭുവിന്റെ മോനാ. അടുത്തത് കൊല്ലപ്പെട്ട മിദ്യാന സ്ത്രീക്ക് ഹോസ്ബി എന്ന് പേർ. ഹോസ്ബി. വായിച്ചോ. അവളൊരു മിദ്യാനി ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂറിന്റെ മകളായിരുന്നു. അപ്പൊ ഇവളും പ്രഭുവിന്റെ മോളാ. അവള് മിദ്യാന ഗോത്രമാണെന്നുള്ളൂ, മിദ്യാനാന്നുള്ളൂ, പക്ഷെ കുറഞ്ഞ കേസല്ല. അവള് പ്രഭുവിന്റെ മകളും ഇവൻ പ്രഭുവിന്റെ. അപ്പൊ അവർക്കെന്തു ആകാമല്ലോ. സഭയിലും അങ്ങനെ ഇല്ലേ? സഭകളിലും അങ്ങനെ. അവളും പ്രഭുവിന്റെ മോള്, അവനും പ്രഭുവിന്റെ മകൻ. അപ്പൊ അവർക്കെന്തും ആകാം. അത് നമ്മൾ സോപ്പിട്ട് അത് വിശുദ്ധമാക്കുക. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സ്ഥലമൊന്നും പറയുന്നില്ല, സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആൾ വിവാഹം നടത്തിയപ്പോൾ കേസ് നമുക്കറിയാം. ഈ ചെറുക്കനെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാ. അവിടെ വെച്ച് അവള് രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. വലിയ അടുപ്പത്തിലായി. ഒറ്റവാക്കിൽ അങ്ങനെ പറയുന്നുള്ളൂ. അവസാനം വഴിവിട്ട് ഇവന് തടി ഊരണം. അപ്പൊ ഇവന് എങ്ങനെയും അപ്പം വേറെ അമേരിക്ക കേസ് വന്ന് കല്യാണം. അത് അവൾ അറിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, അപ്പൻ്റെ മോൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാകുമെന്ന്. വെട്ടിനകത്തായി. അപ്പൻ സഭയുടെ സെക്രട്ടറിയാ അന്ന്. അപ്പൻ്റെ മോൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് നിന്നെ അങ്ങനെ ഞാൻ ജീവിക്കാനൊന്നും വെട്ടിനകത്തായി. ഒടുവിൽ അവളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. വെട്ടിനകത്തായി. കല്യാണത്തിന്റെ തലേന്ന് കൊണ്ട് മുക്കി. അവളെ മുക്കിയെന്നല്ല, അവളെ സ്നാനപ്പെടുത്തി. പിറ്റേന്ന് കല്യാണം നടക്കുക. ഞാനും ഉണ്ടാ കല്യാണത്തിന്. സ്റ്റേജിൽ നിന്നില്ല. വലിയ പ്രഗത്ഭന്മാരായ പാസ്റ്റർമാരിരിക്കുക. നമ്മൾ പീത്ത അവിടെ കയറി ഭയങ്കര കല്യാണം. അവൾ കല്യാണം നടത്താൻ വന്ന പ്രധാനപ്പെട്ട ഉപദേശി പറയുക, അത് അറിയാവുന്നവരെല്ലാം ഇരുന്ന് ചിരിക്കുക. അന്നാ ഈ പൊട്ടൻ ഇത് അറിഞ്ഞേച്ച് വേണ്ടേ പറയാൻ. പുള്ളി പറയുകയാണ്, ഇന്നത്തെ നിയുക്ത വധുവിനെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകയായിട്ട് വിശ്വാസത്തിന് വേണ്ടി നടന്ന കാര്യമാ പറഞ്ഞ മെയിൻ പാസ്റ്റർ. ഇന്ന് രാവിലെ ഞാൻ പുള്ളിയെ കണ്ടു. സംസാരിച്ചില്ല. പുള്ളി വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നു, ഞാൻ വണ്ടിയെ. അപ്പൊ ഇത് അറിയാവുന്ന ആൾക്കാരെല്ലാം ഇരുന്ന്, പെണ്ണിന്റെ വീട്ടുകാരെല്ലാം ഓർത്തഡോക്സുകാർ, അവരെല്ലാം കുനിഞ്ഞിരുന്ന് ചിരിക്കുക. ദൈവമേ, പെരുങ്കള്ളനെല്ലാം നിന്ന്. ന്യായമല്ലേ? പുള്ളി നിന്ന് പറയാ, ഈ നിയുക്ത വധുവിനെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വിശ്വാസത്തിന് വേണ്ടി ഏകമായിട്ട് അവളും ഹൃദയത്തിൽ ചിരിക്കുക. ദൈവമേ, പൊട്ടൻ. അല്ല, കല്യാണത്തിനൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത്, ഒന്ന് നേരത്തെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഈയിടെ ഒരുത്തൻ എന്നോട് പറഞ്ഞ, അച്ഛാൻ കല്യാണം നടത്തി തരണം. ഞാൻ ചോദിച്ചേട്ടാ എന്തെങ്കിലും കുഴപ്പമാണോ ചോദിച്ചു. നിങ്ങൾ തമ്മിൽ നേരത്തെ അല്ല അറിയണം. അറിഞ്ഞു പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ പറയും ഇല്ലേ? ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ടു, മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ടു. അവർ മാതാപിതാക്കളോട് പറഞ്ഞു, വീട്ടുകാർക്കും ഇഷ്ടമാണ്, കല്യാണം നടത്തുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ല. അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ രണ്ടും ഇഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്കും ഇഷ്ടമാണ്, കുടുംബക്കാർക്കും ഇഷ്ടമാണ്. അപ്പോൾ സഭയുടെ ചുമതലപ്പെട്ടവരോട് പറഞ്ഞു കല്യാണം. അപ്പം അത് നടത്തില്ല. പക്ഷെ അറിയണം, രണ്ടുപേരുടെ പാർക്കിലെല്ലാം പോയി ഐസ്ക്രീം ഒക്കെ ഞുണങ്ങ് ചെടിയുടെ പമ്മി ഇരുന്നേച്ചാ നടത്തോ ഇല്ലോന്ന്. മക്കളെ, നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നേ? അത് അറിയാതെ കയറി പറയുമ്പോൾ പിന്നെ അബദ്ധമാകും.
അതുപോലെ മരണ വീട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെ ഈ ചത്ത് കിടക്കുന്ന തള്ള ഈ അമ്മച്ചി ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലൊരു അമ്മച്ചി മരുമകളെ പൊരിപ്പിച്ച വാർതാൻ തള്ളയായിരിക്കും. അവൾ അടുത്തിരിപ്പോണ്ട കുപ്പി വെള്ളം എടുത്ത് എൻ്റെ തലയ്ക്ക് അടിക്കും. നാട്ടുകാർക്ക് ഒരു ഗുണം ചെയ്യാത്ത തള്ളയായിരിക്കും. നമുക്ക് ചിലപ്പോൾ 10 രൂപ തന്നായിരിക്കും. അത് വെച്ചാൽ നമ്മൾ ഈ അനത്തുന്നത്. ഇതുപോലൊരു അമ്മച്ചി തള്ള ഒരു കോഞ്ഞാട്ട് പോലും അയലത്തുകാർക്ക് കൊടുത്ത തള്ളയല്ല. തൊണ്ണാൻ കുത്തിയത് പോലും നമ്മൾ കയറി അമ്മച്ചിക്ക് നല്ല കനവാന്ന് പറയാമെന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. എന്നോടുള്ള ബന്ധത്തിൽ ഈ അമ്മ വളരെ അങ്ങനെ പറയുന്നതാണ്, തല്ലുകൊള്ളാതെ പോരാ. അപ്പം മരണ വീട്ടിലും കല്യാണത്തിനുമൊക്കെ കുറച്ച് കാര്യം ഒന്ന് നേരത്തെ അറിയുന്നത് നല്ലതാണ്. പണ്ടൊരു രാഷ്ട്രീയ പ്രവർത്തകൻ യാത്ര ചെയ്തു വന്നപ്പോൾ രാഷ്ട്രീയക്കാർ അങ്ങനല്ലേ, ഒരു മരണം വീട്, അപ്പം അവർ ജനപ്രതിനിധിയല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ ഇത് ചോദിക്കാനും അറിയാനും ഒക്കെ ഒത്തില്ല. പുള്ളി കയറിയ ചെന്നുടനെ ജനപ്രതിനിധികൾക്ക് പല കാര്യങ്ങളല്ലേ, ഉടനെ തന്നെ മൈക്ക് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഈ വാത്സല്യ അപ്പച്ചനെ ഓർക്കുമ്പം എനിക്ക് ഒത്തിരി ബഹുമാനമുണ്ട്. കാരണം ഞാൻ ഈ വഴി എപ്പോഴും കടന്നുപോകും. ഞങ്ങൾ തമ്മിൽ മണിക്കൂറുകളോളം സംസാരിക്കുകയും രാഷ്ട്രീയമായും അല്ലെങ്കിൽ ഈ നാടിൻ്റെ കാര്യങ്ങളും പുരോഗതിയുമൊക്കെ അപ്പച്ചൻ ധാരാളം പറയുമായിരുന്നു. ഞങ്ങൾ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇതിലെ പോയപ്പോൾ ഞങ്ങൾ ഏറെ സമയം ഇരുന്ന ജനം മുഴുവൻ ചിരിക്കുക. കാരണം എന്നാ, ഈ അപ്പച്ചൻ സംസാരിക്കത്തുമില്ലായിരുന്നു, ചെവിയും കേൾക്കാറില്ലായിരുന്നു. അത് പുള്ളിക്കൊട്ട് അറിയത്തുമില്ലായിരുന്നു. അപ്പച്ചൻ സംസാരിക്കത്തുമില്ല, അപ്പച്ചന് ചെവി ജന്മന. പുള്ളി പറയാ, ഞാൻ എപ്പോഴും വരുമ്പോൾ അപ്പച്ചനുമായിട്ട് എന്താ വെട്ടിനകത്ത് വീണാണ്ടോ? അല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളു. ദൈവത്തിന് മഹത്വം. വളരെ ശ്രദ്ധിക്കണം. ഇവര് മോബാബിയുമായിട്ട് ഇടപെട്ട് അവന്റെ പേര് സിമ്രി, അവരുടെ പേര് ഹോസ്ബി. പാളയത്തിനകത്തോട് കൊണ്ട് ആരും മിണ്ടിയില്ലല്ലോ, ഒരുത്തരും മിണ്ടിയില്ല. മോശം മിണ്ടിയില്ല, മോശ അനങ്ങിയില്ല. മോശ അനങ്ങാഞ്ഞ മോശ അതിനും എത്രയോ വർഷം മുമ്പ് കെട്ടിയച്ചിരിക്കുക മിഡിയാനിസ്ത്രീയെ. അതുകൊണ്ട് സിമ്രിയെ ഇവിടെ ഏതാന്ന് ചോദിച്ചാൽ അവൻ ചോദിക്കുക, അച്ഛാ അതേ അതാ അച്ഛാ. സിപ്പോറെ ചൂണ്ടിക്കൊണ്ട് പറയും. മനസ്സിലായില്ല. സിമ്രി ചോദിക്കുക, സിമ്രിയോട് മോശ ചോദിക്കുക ഇവിടെ ഏതാന്ന് ചോദിച്ചാൽ അവൻ പറയാം അത് പറയാ അതാരാന്ന് ആദ്യം. അത് മോശ നല്ല ബുദ്ധിമാനാ. മോശം പക്ഷേ അവിടെ അഗരോ പുരോഹിതന്റെ മകനാകുന്ന എലിയാസ് എന്ന മകൻ ഫീനേഗാസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ, അവൻ തീക്ഷണതയുള്ളവനാ. എല്ലാരും ബന്ധിക്കോസാന്നേലും അവൻ തീക്ഷണതയുള്ളത് 1-2 കാണുള്ളൂ. അപ്പം ബന്ധിക്കോസ, അമ്മ ബന്ധിക്കോസ, വല്യമ്മ ബന്ധിക്കോസ, വല്യപ്പ ബന്ധിക്കോസ, സഹോദരങ്ങളൊക്കെ ബന്ധിക്കോസ. ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ഈ സഭയിൽ അതൊക്കെ അഭിനന്ദിക്കുന്നു. പക്ഷെ അവിടെ തീക്ഷണതയുള്ളത് ചിലർക്കേ ഉള്ളൂ. അവരെയാ ദൈവം കരുത്തിലെടുക്കുന്നത്. എല്ലാം ബന്ധിക്കോസാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം നോക്കുന്നത് തീക്ഷണതയോടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടല്ലോ. അഗരോ പുരോഹിതന്റെ മകനാകുന്ന എലിയാസിന്റെ മകനാകുന്ന ഫീനേഗാസ് ഉള്ളിൽ തീഷ്ണത ജ്വലിച്ച് യഹോവ തീഷ്ണൻ. അവൻ തീഷ്ണത ജ്വലിച്ച് പെട്ടെന്നൊരു കുന്തമിട്ട് അന്തഃപുരത്തിനകത്ത് കയറി അവൻ ഈ കൃത്യ വിലോപം കാട്ടിയ ഹോപ്സിയെയും സിമ്രിയെയും ഉദരം തുളയുമെന്ന് കുത്തിക്കടത്തി. അടുത്ത വാക്യത്തിൽ ബാധ മാറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ കുടുംബത്തിന്റെ ബാധ മാറണമെങ്കിൽ ശുദ്ധീകരണം നടക്കണം. സഭയോട് ബന്ധപ്പെട്ട് ബാധകൾ മാറണമെങ്കിൽ സഭയ്ക്കകത്ത് ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. വ്യക്തി ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ വ്യക്തിപരമായി ശുദ്ധീകരണം ഉണ്ടാകണം. എവിടെ ശുദ്ധീകരണമുണ്ട് അവിടെ വിടുതലുണ്ട്. അങ്ങനെ മാറിയെന്ന ഈ വിഷയമാണ് ഇവരെ പട്ടുപോകാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുന്ന പിറുപിറുപ്പ്, ദൈവം എടുക്കുന്ന പാപമാ പിറുപിറുപ്പ്. വിശേഷിച്ച് നമ്മുടെ ഇടയിൽ എല്ലാവർക്കും അങ്ങ് പിറുപിറുപ്പാ. അത് വലിയ മഹാപാപമാണ്. 7-ാം കൽപ്പന ലംഘിക്കുന്നത് പോലെ തന്നെ പിറുപിറുപ്പ് പാപമാണ്. എന്തുവാ ഈ പിറുപിറുപ്പ്? ഞാനെപ്പോഴും പറയും, ഈ കിട്ടാത്തതിന് ഇരുന്ന് അങ്ങ് കൂവിച്ചം കരച്ചില് വാ. എടാ, കിട്ടിയതിന് ആദ്യം നന്ദി പറ. അതല്ലേ ചെയ്യണ്ടേ? ലഭിച്ചതിന് ആദ്യം ദൈവത്തിന് നന്ദി പറ. ഇത് ഇപ്പോഴും നന്ദി എന്ന് പറയുന്നതില്ല. പിന്നെ ഞാൻ തന്നില്ല. ഞാനെപ്പോഴും പറയും, നമ്മുടെ പ്രാർത്ഥനയെല്ലാം മുട്ടനാട് കരയാൻ പോലെ. തരണമേ, വിടുവിക്കണമേ, ആട് കരയുന്ന പോലെ യോഗത്തിന് വന്ന്
സൗഖ്യമാക്കണമേ, രക്ഷിക്കണമേ. മുട്ടനാട് കരയുമ്പോൾ ഇരുന്ന് കിട്ടാത്തതിന് ഇരുന്ന് പെറുപെറുക്കാതെ ആമേനെ ഞരങ്ങാതെ കിട്ടിയതിന് നന്ദി പറ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ഇതുവരെ ഈ ഭൂമിയിൽ നിന്നെ ശേഷിപ്പിച്ച് നന്ദി പറ. ദൈവം നിനക്ക് ആരോഗ്യം നൽകി, ദൈവത്തിന് നന്ദി പറ. ദൈവം നിനക്ക് ഭക്ഷണം നൽകി, പാർപ്പിടം വാടകയ്ക്കാന്നേലും കയറി കിടക്കാൻ ഒരിടം ദൈവം തന്നില്ലേ? സ്തോത്രം. ആരോഗ്യത്തോടെ ഇവിടെ യോഗത്തിന് നടന്നു വരാനല്ലേ, വണ്ടിയെ വരുവാൻ, യാത്ര ചെയ്യുവാൻ ദൈവം ബലം തന്നില്ലേ? ഇതിനൊക്കെ ദൈവത്തിന് നന്ദി പറ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഒരു ഭാരവും ഇല്ല, ഇങ്ങനെയുള്ള ഒരു ഭാരവും ഇല്ല. പണ്ട് പ്രസംഗിച്ചപ്പോൾ ഒരു തള്ള പറഞ്ഞു, എന്നാ ഭാരപ്പെടാനാ, കുളിയും കഴിഞ്ഞ് ഞാൻ വേറോത്തായിട്ട് ഇറങ്ങിയാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു, തള്ളേ, നിങ്ങൾ ആളറിയാതെ കയറി കൊത്തരുത്. നിങ്ങളെക്കാളൊക്കെ ഒത്തിരി വിഷയമുള്ള ആളാ ഞാനും. ഒത്തിരി ഉണ്ട്. നിങ്ങളിൽ പലരേക്കായാലും ഒത്തിരി നിരവധി അനവധി പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ ഞാനും പോകുന്നത്. പക്ഷെ അതൊന്നും ഭാരമല്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്കൊരു വിഷയവും ഇല്ല. അങ്ങനെ അങ്ങോട്ട് ചിന്തിക്ക്, അങ്ങനെ ചിന്തിക്കും. ഞാനതുകൊണ്ട് ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുന്നതിന് കാരണം എനിക്ക് എന്നെ കണ്ട വല്ല ശരീരത്തിന് ഭാരം തോന്നിക്കും, അല്ലാതെ ഭാരം വല്ലതും തോന്നിക്കുമോ? നല്ല ഏലായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ എത്രയോ പേര് രാത്രി കൺവെൻഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കടത്തുന്നതിൽ എത്ര പേര് കിടക്കുന്നു. ഫാനില്ല, മെത്തയില്ല, നല്ല പോലെ ബെഡ്ഷീറ്റ് ഇല്ല, ഒന്നുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നിന്നെ നടത്തുന്നത്. യോഗത്തിന് വന്ന് പട്ടി മോങ്ങുമ്പോൾ ഇന്ന് മോങ്ങാതെ. അങ്ങനെയുള്ളവരെ ദൈവം സഹായിച്ച് വിടിവിക്കട്ടെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലും അതുപോലെ ആശുപത്രി ചെന്ന് മൂക്കിനകത്തൂടെ ട്യൂബിട്ട ലിക്വിഡായിട്ട് കൊടുക്കുന്നത്. അവരെ ദൈവം വിടിവിക്കട്ടെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നിങ്ങൾ നടത്തുന്നത്. എന്ത് ഭദ്രമായിട്ടാ. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ അവസരമില്ലേ? ഒന്നെങ്കിൽ മേടിച്ചല്ലേ വീട്ടിൽ പെരുമാറി. എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നടത്തുന്നത്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഏറെ നാളായിട്ട് കിടക്കയിൽ കിടക്കുന്നുണ്ട്. ആരെങ്കിലും വസ്ത്രം മാറിയാ മാറി, എല്ലാം കിടപ്പിൽ കിടന്ന. അതൊക്കെ വെച്ച് നോക്കുമ്പം ഭിത്തിയെ പിടിച്ചാൽ ബാത്റൂമിൽ പോകാൻ ദൈവം ആരോഗ്യം തരുന്നില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്ത്. കിട്ടാത്തതിനല്ലായിരുന്നു ഉമ്മ പാട്ടി മോങ്ങുമ്പോൾ ഇരുന്ന് മോങ്ങാതെ നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്വന്തമല്ലെങ്കിലും ചിലപ്പോൾ കൂട്ടുവിശ്വാസികളുടെ വാടകയ്ക്ക് ഒരു വാഹനത്തിൽ കയറാനും ഇറങ്ങാനും ആർക്കോ ആരോഗ്യം ദൈവം തരുന്നില്ലേ? എത്രയോ പേര് വാക്കര നടക്കുന്നു, എത്രയോ പേര് മറ്റ് മനസ്സഹായത്തോടെ നടക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നിന്നെ നടത്തുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീ, ഞാൻ സഹോദരിമാരോട് പറയാ, നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ അധികമായിട്ട് ദൈവത്തെ സ്തുതിക്കണം. ടിന്നിനകത്തൊക്കെ ഉണ്ടല്ലോ എല്ലാം, കാപ്പിപ്പൊടിയും പഞ്ചസാരയും കടുകും ഈരവും ഉണ്ടല്ലോ അടുക്കളയിലേ, അതൊക്കെ ഇല്ലേ? ദൈവത്തെ സ്തുതിക്കണം. എത്രയോ ഭവനങ്ങളില് ഇപ്പോഴും ഫ്രിഡ്ജിനകത്തിരിക്കുക ചിക്കനും മീനും ഒക്കെ ഇല്ലേ? വീട്ടിലില്ലേ? ഇല്ലേ? എന്നാലും നന്ദിയില്ല. തള്ള അങ്ങ് പറ, ഞാൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഉണ്ടെന്ന് പറഞ്ഞ അയാളെങ്ങാനും പമ്മി അങ്ങോട്ട് ഇല്ലേ? ഉണ്ട്. അത്യാവശ്യം ഒരു 5 പേര് കയറി വന്നാൽ കൊടുക്കാനുള്ളതുണ്ടല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഈ യോഗം കഴിയുമ്പോൾ നിരാശ ഒന്നും ഉണ്ടാകരുത്. യോഗം കഴിയുമ്പോൾ ഇവിടെ കിടന്ന് തൂങ്ങി ഈ വസന്തം വന്ന ഓടി നിൽക്കുമ്പോൾ ഈ പര്യത്തം നിന്നേക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി നിന്നോണം. പ്രൈസ് ദി ലോർഡ്. അനേകർക്ക് തലമുറയില്ല, ദൈവം നിനക്ക് തലമുറയെ തന്നില്ലേ?
അനേക കുഞ്ഞുങ്ങൾക്ക് വിവാഹപ്രായമാകാതെ ഭാരപ്പെടുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ വിവാഹം ദൈവം നടത്തിയില്ലേ? അതിനൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കേ, ദൈവത്തെ സ്തുതിക്ക്. ഞാനെപ്പോഴും പറയും, കൊച്ചുനാളിലൊക്കെ ഒരു നല്ല സാരി ഉടുത്താൽ, ഇപ്പോഴത്തെ രീതിയല്ല, ഒരു നല്ല സാരി പലരും ഉടുത്തോണ്ട് നോക്കി കൊതിച്ചിട്ടില്ലേ? ഉണ്ട്. കൊതിക്കുക മാത്രമേ അടുത്തിരിക്കുമ്പോൾ ഒന്ന് ഞെരടി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഞാനെപ്പോഴും പറയും, ചേട്ടാനിയന്മാരുള്ള വീട്ടിൽ ചിലപ്പോൾ ഇട്ടുമാറാൻ ഷർട്ട് കാണുകയല്ല, ചേട്ടൻ തേച്ചിട്ടേക്കുന്ന എടുത്തോണ്ട് അനിയൻ അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഷർട്ടില്ല, ആങ്കർ മാത്രം കിടന്ന് ആടുന്നു ഇല്ലേ? ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് തരാതരത്തിന് മാറുകയില്ല. ഇതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണ്ടേ? സ്കൂളിൽ പോയപ്പം എന്റെ കുഞ്ഞുനാളിൽ, നിങ്ങളുടെ കുഞ്ഞുനാളിൽ ചെരുപ്പൊന്നുമില്ല, നടന്നൂപ്പാട് വന്ന് കാലേ കല്ലും കാച്ചി. പിന്നെ 4 മണി വിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നതാ, ഇങ്ങനെ അല്ലേ? അപ്പൊ അമ്മ ചോദിച്ചു, എന്തുവാടാ? കല്ല് കാച്ചി കാലയിലെ. ഉടനെ നടരാജൻ നിൽക്കും പോലെ നിൽക്കുക. പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ തൊണ്ട് ചൂടാക്കി എണ്ണ തിരി തല്ലുക എന്നാ പറയുന്നത്. തിരി കണ്ടിട്ടില്ലേ? ആ, ഇപ്പൊ എത്ര ജോഡി ചെരുപ്പുണ്ട്? എത്ര ജോഡി? സത്യം പറ, നെഞ്ചത്ത് കൈവച്ച് സത്യം പറ. അടുക്കളയിലിടാൻ ഒന്ന്, വെളിയിലോട്ടിറങ്ങാൻ വേറൊന്ന്, ബെഡ്റൂമിൽ പോകാൻ ഒന്ന്, ബാത്റൂമിൽ പോകാൻ വേറൊന്ന്, സഭയിലിടാൻ വേറൊന്ന്, കല്യാണത്തിനും ചടങ്ങിനും വന്ന കുറഞ്ഞത് ഒരു 5 ജോഡിയെങ്കിലും പലതിനും ഉണ്ട് ഇല്ലേ? എന്നിട്ടും തൃപ്തി വരുന്നില്ല. ആ മോന്ത കാണുമ്പോ അറിയാം. പണ്ട് AC ഓർക്കാൻ പറഞ്ഞ പോലെ, അടുത്ത ആഴ്ച നിന്റെ ഈ വളിച്ച മോന്ത ഇതിനകത്ത് കാണരുതെന്ന്. പുള്ളി ഇംഗ്ലീഷിലാ പറഞ്ഞ, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. അറിയാവോ? അറിയാമെങ്കിൽ പറയിപ്പിക്കാനാ? എന്നാ എനിക്കും അറിയാൻ മേല. ഇവിടെ ആരാധനിക്കുന്ന വളിച്ച മോന്തയായിട്ടിരിക്കാറ്? ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം നിനക്ക് നന്മ തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? കോവിഡിന്റെ കാലത്ത് എത്രയോ പേര് നമ്മളെ വിട്ട് കടന്നുപോയി, ദുഃഖമുണ്ട്. ആയുസോടെ ദൈവം വെച്ചില്ലേ? സ്തോത്രം, 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 സ്തോത്രം. കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങിയുള്ള നീറും നേരം, കലങ്ങി താളത്തിലടിക്കണേ. നീറും അരികിൽ വന്നേ, ആശ്വാസ അരികിൽ വന്നേ. ഓ മാമ മണാന നീ പ്രേമത മാമ മണാന. ഓ നിറയുന്നേ നിറയുന്നേ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ആഴ്ചകൾ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയരെ, ഞാനൊരു കാര്യം പറയാം, പിറുപിറുക്കരുത്. അത് വലിയ മഹാഭാവമാണ്. പിറുപിറുക്കരുത്. ലഭിച്ചതിനെല്ലാം നന്ദി പറയണം. ആ, പിറുപിറുക്കരുത്. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തുന്ന ചുമ്മാ അതും പറഞ്ഞിരിക്കരുത്. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. പിള്ളേർ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന തട്ടിയും മുട്ടി. ആ,
പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു എന്തുവാ ഇതിനു വേണ്ട ഉദ്ദേശിക്കുന്നത്? എന്തുവാ ഇതിനു വേണ്ട ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. അല്ല, അടിസ്ഥാനപരമായ കാര്യമൊക്കെ ദൈവം തന്നില്ലേ? എനിക്കിതൊന്നും അല്ല വിഷയം. ഞാൻ അധികമായിട്ട് ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യമാണ്. എൻ്റെ കാര്യമാണ് പറയാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിൽ ഏറ്റവും ശ്രേഷ്ഠം എനിക്ക് ശുശ്രൂഷ ചെയ്യാനിടയാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യം. രണ്ട്, നാളത്തെ എനിക്കറിയത്തില്ല, ഇതുവരെ ആയുസോടെ ആരോഗ്യത്തോടെ ദൈവം നിർത്തി. ഇത് കൂടുതൽ എന്നാ ചെയ്യാൻ? ഇത് കൂടുതൽ എന്തോ ചെയ്യാനാ? നല്ല മനസ്സോടാ ഞാൻ പറയാനേ. നമ്മളെക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും ഒക്കെ മാറ്റപ്പെട്ടപ്പോൾ ആയുസ്സും ആരോഗ്യവും ദൈവം തന്നില്ല. അയ്യോ, ആ കോവിഡിന്റെ സമയത്ത് ശ്വാസം മുട്ടല് എന്ത് പ്രയാസപ്പെട്ട്. ഒരു തടസ്സവും കൂടാതെ ഇതുവരെ ദൈവം നമ്മെ ഞാനും ശുഭ പാസ്റ്ററും ആ കോവിഡിന്റെ സമയത്ത് എന്തും വീണ്ടും ഷവോടക്കിന് പോയെന്നറിയാമോ? അതിനിടയ്ക്ക് 2 കോവിഡ് രോഗിയെ ഞങ്ങൾ അടക്കി. ഒരു സഹോദരിക്ക് കോവിഡായിരുന്നു, അതറിയാം. വീട്ടിലുള്ളവർക്കെല്ലാം കോവിഡാ. ആ സഹോദരി മരിച്ചു. വീട്ടിലുള്ളവർക്കെല്ലാം കോവിഡാ. ആ മരിച്ചിട്ട് മോർച്ചറി ഇരിക്കുക, ഡെഡ് ബോഡി ഒന്ന് ഒരുക്കിയെടുക്കാൻ ആരുമില്ല. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ വലിയ ധൈര്യശാലിയാന്നുള്ളതല്ല, ദൈവകൃപയാ. വരാമെന്ന് പറഞ്ഞു. പോയി. രാവിലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി. നമുക്ക് വേണ്ടപ്പെട്ടതാ. അപ്പം എൻ്റെ ഇളയ പെങ്ങളുണ്ട്, അവൾക്കും അല്പം ധൈര്യമുണ്ട്. അവൾ പറഞ്ഞ് ഞാനും വരാമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ ഒരുക്കുകയല്ലേ, വേറെ ആരുമില്ല. ചെന്നപ്പോൾ അവള് ഇല്ലേ അന്നേരം കിറ്റുണ്ടല്ലോ, എന്തുവാ ആ അവൾ അതിട്ടോണേ. ഞാൻ പറഞ്ഞു കിറ്റും കുന്തമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആ നേഴ്സുമാർ സിസ്റ്റേഴ്സും കൂടാ, മഠത്തിലമ്മമാർ, അവരുമൊക്കെ. അതിലൊരു സിസ്റ്റർ പിന്നീട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, അയ്യോ പാസ്റ്റർക്ക് സാരി ഉടുപ്പിക്കാനൊക്കെ അറിയാമല്ലോ എന്ന്. അറിയാനിട്ട് അതങ്ങ് ചെയ്യുക. ഒരുക്കി വൃത്തിയാക്കി. ദൈവത്തിൻ്റെ മഹാകൃപയാണ്. എനിക്ക് കോവിഡ് വന്നില്ല. ഇല്ല, ഇനി വന്നോന്നറിയത്തില്ല. നമ്മൾ പരിശോധിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കോവിഡാന്നോ കുന്തമാണെന്ന് ആര്? ഒറ്റ ദിവസം പോലും കിടക്കാനും ഇടയായില്ല. ഒറ്റ ദിവസം പോലും. അഹങ്കരിച്ച് പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ മഹാകൃപയാണ്. ഒരു ദിവസം പോലും കോവിഡാണെന്നും പറഞ്ഞ് കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. എല്ലായിടങ്ങളിലും പോയി, ശുശ്രൂഷകൾക്കായി പോയി. സാധാരണ കോവിഡിന്റെ സമയത്ത് സഭകളെല്ലാം പൂട്ടിയപ്പോൾ ഞങ്ങൾ ദൈവകൃപയെ ശരണപ്പെട്ട് തിരുവല്ലയിലൊരു സഭ തുടങ്ങി. ഭയങ്കര നിയമമൊക്കെ ആയിരുന്നു. ഒരിക്കൽ 10 പേർക്കൊക്കെ അന്ന് ആരാധിക്കാൻ വരാം. അപ്പം ഒരു ഞായറാഴ്ച ഈ അവിശ്വാസമുള്ളവന്മാരും ഉണ്ടല്ലോ. ഒരുത്തൻ വന്ന് പറഞ്ഞു, എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അച്ഛാ ഇന്ന് സഭായം നടത്തരുത്. ഞാൻ ചോദിച്ചാൽ അതിനാ? ഭയങ്കര നിയമമാണ്, പോലീസുകാരിങ്ങനെ കറങ്ങി നടക്കുക. ഞാൻ പറഞ്ഞടാ ഇനി വാ, ഇവിടെ സഭായകം ഇന്ന് നടക്കും. അവനോട് പറഞ്ഞു, പോലീസ് വരികയാണെങ്കിൽ നീ അന്നേരം പോലീസോട് പറയാം, സാറേ ഞങ്ങൾ നിരപരാധി ആണ്ട് അയാളായതല്ല ഒപ്പിച്ചേക്കുന്നത് നീ എന്നെ ചൂണ്ടി പറഞ്ഞോണം. എന്ന് വെച്ചാൽ നീ ഓടിക്കോണം. ആ നീ ഓടിക്കണം പറഞ്ഞു കൊടുത്തേക്കണം. അയാൾ ഒറ്റൊരുത്തനാ ഞങ്ങളെ. അവിടെ പോലീസും വന്നില്ല, സഭായവും മുടങ്ങിയില്ല, ഒരു കുഴപ്പവും വന്നില്ല. ഒരൊറ്റ ഞായറാഴ്ച പോലെ കർത്തൃമേശയും മുടങ്ങിയിട്ടില്ല. പാസന്മാരിൽ ഇങ്ങനെ ആലിൽ തുള്ളും പോലെ വന്നു. 1 വർഷവും 1.5 വർഷം കഴിഞ്ഞ എലിവശം നിന്ന പോലെ ഇച്ചിരി
മനസ്സിലാകാഴിയാണോ? ഇടയെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാ ദൈവം നമ്മെ നടത്തിയത്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരോഗ്യം ദൈവം തന്നില്ലേ, നന്മ തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ, പാർപ്പിടം തന്നില്ലേ, വസ്ത്രം തന്നില്ലേ, ഇത് കൂടുതലൊക്കെ ദൈവം എന്നാ ചെയ്യാനാ? വിശ്വാസം എടുക്കാനും വിടാനും ഒക്കെ ദൈവം, അതുതന്നെ വലിയ മഹാഭാഗ്യമല്ലേ. ചുമ്മാ പെറുപെറുക്കരുത്, നിരാശയൊന്നും ഉണ്ടാകരുത്. നമ്മളെ കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാകണം. സ്തോത്രം. യോഗത്തിന് വരുമ്പോഴും പോകുമ്പോഴും നല്ല പടക്കുതിര പോകുമ്പോലെ പോകണം. ഇതാ കരഞ്ഞും കൂവിയുള്ള വരവും ഇരിക്കുന്ന കാണില്ല, തൂങ്ങിച്ചത്ത പോലെ. നീ ഒന്നും ഇരിക്കുന്നിടത്ത് ഒരു പൂഞ്ഞാൻ പോലും വന്ന് കയറുകയല്ല, ഉള്ളതുകൂടെ പോവുകയുള്ളൂ. നല്ല സന്തോഷത്തോടിരിക്കണം. എന്റെ ദൈവം എന്നെ രക്ഷിച്ചു, എന്റെ ദൈവം എന്നെ നടത്തി, എന്റെ ദൈവം എന്നെ പുലർത്തി, ആവശ്യമുള്ളതൊക്കെ ദൈവം എനിക്ക് നൽകി, മേലിന് നൽകുവാൻ ദൈവം വിശ്വസ്തൻ. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല, തരത്തില്ല. ഈ നമുക്ക് എന്തൊക്കെ സഹിക്കാമെന്ന് ദൈവത്തിന് അറിയാം, അതേ തരുവുള്ളൂ, അല്ലാത്തൊന്നും ദൈവം തരികയില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അപ്പൊ കഴിയുന്നതേ ദൈവം തരുവുള്ളൂ. ഈ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, കരിഞ്ജീരകത്തിന്റെയും ജീരകത്തിന്റെയും മുകളിൽ കൂടെ മെതിവണ്ടി കയറ്റത്തില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ, 28-27 ഒന്ന് വായിച്ചേ എടുത്തവര്. വായിച്ചോ സഹോദരി. അത് എത്ര റെഫറൻസ് എന്ന് പറഞ്ഞേ? 27 തന്നെ അല്ലേ? ഉറക്കെ വായിച്ചോ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. പിന്നെ ജീരകത്തിന്റെ മേൽ വണ്ടിച്ചക്രോ, സ്തോത്രം. പിന്നെ കരിഞ്ജീരകം അടികൊണ്ടും അങ്ങനെ ചെയ്യുള്ളൂ. ജീരകത്തിനും കരിഞ്ജീരകത്തിനും വടിയും കോലുവാ. അതിന്റെ മണ്ടയിലോട്ട് വണ്ടിച്ചക്രം കയറ്റുകയല്ല, മെതിവണ്ടിയും കയറ്റുകയല്ല. മനസ്സിലായി കാണും. നിന്റെ മണ്ടേ ദൈവം മെതിവണ്ടി കയറ്റുകയല്ല, നിന്റെ മണ്ടേ ദൈവം വണ്ടിച്ചക്രവും കയറ്റുകയല്ല. പിന്നെ ഇടയ്ക്ക് ഒരു കോല് കൊണ്ടൊക്കെ തല്ലും, ഇടയ്ക്ക് ഒരു കോലിന്റെ അടി വടി കൊണ്ടൊരു കൊട്ടുമൊക്കെ. അത് ദോഷത്തിനല്ല, നന്മയ്ക്കാണ്. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെ ഉള്ളൂ? ബാലശിക്ഷ നിരസിക്കരുത്. നിരസിച്ചാൽ നീ കൗലടേയനാ. പക്ഷെ വണ്ടിച്ചക്രം നിന്റെ മണ്ടേ കയറ്റുകയല്ല, മെതിവണ്ടിയെ കയറ്റി ഉരുട്ടത്തുമില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്ത ദൈവം തരത്തില്ല, നിനക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ദൈവം തരത്തില്ല. ദൈവത്തിന്റെ ഭൈതവേ, ഇന്ന് നമ്മൾ നിന്നെ വിടിവിക്കുന്നത് ദൈവമാണ്. ഓ ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ വരിയൊന്ന് ചേർന്ന് പഠിക്കാൻ. ദോഷമായിട്ടൊന്നു എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നു
പൈതലെ, നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. നിന്നെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. വണ്ടിച്ചക്രം കയറ്റത്തില്ല, മെരിവണ്ടി കയറ്റുകയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോലിനടി, ഒരു വടി കൊണ്ടൊരു അതൊക്കെ വേണം. അതല്ലേ പിന്നെ മക്കളും അപ്പനുമായിട്ടുള്ള ബന്ധവും ഇല്ല. സ്തോത്രം. ഈ രോഗം നിന്നെ തകർത്ത് കളയാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഈ പ്രശ്നം നീ പിന്മാറാനല്ല, ഇതിന്റെ നടുവിൽ ദൈവം ആരാന്ന് വെളിപ്പെടുത്താനാ. അങ്ങനല്ലേ പറഞ്ഞത്? ഇത് ദൈവനാമം മഹത്വപ്പെടാനാണ്. 4 ദിവസമായി നാറ്റവും വെച്ചു. സ്തോത്രം. കർത്താവ് പറഞ്ഞത് അങ്ങനൊന്നും ഒരു ദൈവനാമം മഹത്വപ്പെടാൻ പോവുക. ദൈവത്തിനതൊന്നും വലിയ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാകും. ഈ പലവിധ വിഷയത്തിന്റെ ഈ ചൂളയിൽ കൂടി പോകുന്ന ദൈവമക്കളോട് ഈ പകൽ പെട്ടെന്ന് 2 കാര്യം പറഞ്ഞു നിർത്താം. ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാക്കത്തില്ല. നീ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൽ ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാക്കും. അത് കുടുംബത്തിന്റെ വിഷയമാകാം, കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, ശുശ്രൂഷകളുടെ വിഷയമാകാം, ഭാവി വിഷയമാകാം, പ്രാണനെതിരെ, നന്മക്കെതിരെ, ആയുസിനെതിരെ, ഏത് വിഷയമാണെങ്കിലും ദൈവം അതിന് പോക്കുവഴി ഉണ്ടാക്കത്തില്ല. ദൈവത്തിന് മതിപ്പം, ദൈവത്തിന് മതിപ്പം, ദൈവത്തിന് മതിപ്പം, ദൈവത്തിന് മതിപ്പം, ദൈവത്തിന് മതിപ്പം, ദൈവത്തിന് മതിപ്പം, ദൈവത്തിന് മതിപ്പം. ഓ, വീട് പോക്ക് കഴിയുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, നിന്നെ രക്ഷിക്കുന്ന ദൈവം. ചെങ്കട തീരത്ത് നിൽക്കുക, മുമ്പിൽ ചെങ്കട, ഇരുവശവും പർവ്വതം, പുറകെ വലിയ ശബ്ദം. നോക്കിയപ്പോൾ പറവോൻ സെലക്ട് ചെയ്ത 600 മൃഗങ്ങളും വേറെ രഥങ്ങളും പാഞ്ഞു വരിക. ആകെ ഭാരപ്പെട്ടു. ചിലരോടത്ത് വെള്ളം കുടിച്ചാകും. ചിലർ ചിന്തിച്ചത് പറവോൻ മിക്കവാറും പിടിച്ച് കണ്ടിക്കും. ചിലർ ചിന്തിച്ചു മലവഴി വലിഞ്ഞു കയറാന്ന് ഓർത്താ മിക്കവാറും പിടിവിട്ട് താഴെ വീടാൻ. ചുരുക്കി പറഞ്ഞാൽ ഇവർ ചിന്തിച്ച് ചാകും, എല്ലാം ചാകും. പരീക്ഷയാണ്. അപ്പൊ ഇവര് പിറുപിറുത്തു. മോശയോട് പറഞ്ഞു, അവിടെ ആയിരുന്ന ചവക്കോട്ടെയെങ്കിലും നല്ലൊരു അടക്കമെങ്കിലും, സ്വർഗത്തിൽ പോകാതിരിക്കും. 2ാമത്തെ കാര്യം അടക്കമെങ്കിലും. ഇപ്പൊ അതാണല്ലോ സ്വർഗത്തിൽ പോകണം നല്ലല്ലോ വിഷയം. അടക്കം നല്ല തന്തേം തള്ളയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കല്ലേ, 10 കഴിയുമ്പോൾ മാറി ഉമ്മ. മരുമകളുടെ ഉമ്മയാക്ക് കേമപ്പെട്ട ഉമ്മ. ചുമ്മാ വിളച്ചില്. ഈ തള്ള ജീവിച്ചിരുന്നപ്പോ ഇവിടെ വെള്ളം കൊടുത്തത് വല്ല വീട്ടിൽ കയറ്റിയത്. എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ നാട്ടുകാരെ കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. ഉമ്മ വെക്കുമ്പോൾ നോക്കുക ഒക്കുന്നുണ്ടോന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കൊടുക്കാറുന്ന തള്ള 2 കൊല്ലം കൂടെ ചത്ത് കിടക്കുമ്പോ മരുമകളും കൊച്ചുമക്കളും എല്ലാം അടിക്കുക അല്ലേ. 3 കുപ്പി തീർത്ത് രാവിലെ 8 മുതൽ 1 മണിയായപ്പം. മൂത്ത മരുമകളുടെ 1 കുപ്പി, ഇളയ മരുമകളുടെ 1 കുപ്പി, കൊച്ചുമോന്റെ കുപ്പി എന്നാന്ന് വെച്ചാൽ മറ്റേ അടിക്കുന്ന കുപ്പിയല്ല, സ്പ്രേ. മാറി അടിക്കുക. ഇതള്ള ജീവിച്ചിരുന്നപ്പോ ഇച്ചിരി പൗഡർ പോലും കൊണ്ട് കൊടുക്കാത്ത ഇനമാ. കത്ത് കഴിയുമ്പോ എന്നാത്തിന് ലാസ്റ്റ് ആ പെട്ടിയുടെ സൈഡ് കുപ്പിയും വെച്ച് കൊടുത്തു. അമ്മച്ച കൊണ്ടുപോകോളാൻ എന്ന് പറഞ്ഞാൽ അമ്മച്ച കല്ലറ കിടന്ന് അടിയല്ലേ. ജീവിച്ചിരിക്കുമ്പോ നീ ഇതൊക്കെ ചെയ്യേ. സ്തോത്രം. അപ്പൊ ചാകുമെന്നുള്ളത് ഉറപ്പായി. അവിടെ നല്ല ചവക്കോട്ടെ എങ്ങനെ പരീക്ഷ. തമ്പുരാനോട് മോശയോട് ദൈവം പറഞ്ഞേടാ മിണ്ടാതിരിക്കാൻ പറ. ചുമ്മാ ഈ ഗുണം വരാത്തവനല്ല, മിണ്ടാതിരിക്കും. നാവടക്ക്. വിശ്വാസമില്ലാത്തവനും പ്രത്യാശയില്ലാത്തവനും ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ മിണ്ടരുത്. നീ ദൈവത്തെ ഓർത്ത് സാക്ഷിക്ക് എഴുന്നേൽക്കുകയും ചെയ്യരുത്. നീ എഴുന്നേറ്റാൽ ചിലരുടെ വിശ്വാസവും കൂടെ ചില പറഞ്ഞു കേട്ടില്ലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, 30 കൊല്ലമായിട്ട് കൃപയോ ഇന്ന് വരെ ഒരു വിടുതൽ. 30 കൊല്ലമായിട്ട് ഇതിനകത്ത് വന്ന് ഇന്ന് വരെ വിടുതലില്ലെന്ന്. പുതുതായിട്ട് വന്നവൻ അന്തം വിട്ടു പോവാടാ. 30 കൊല്ലമായവന് ഇതുവരെ ഞാനിപ്പോ അങ്ങോട്ട് ചെന്നോളാം. അപ്പൊ എന്റെ കാര്യം ദൈവത്തെ ഓർത്ത് നിന്നെ കെട്ടിയെടുത്ത് എഴുന്നേക്കാതിരിക്കുന്നതാ. സ്തോത്രം. എടാ വിശ്വാസമുള്ളവൻ എഴുന്നേറ്റ് പറ, ഞാൻ 30 കൊല്ലമായി കൃപയുമെന്ന് എന്റെ ദൈവം എന്നെ ഭദ്രമായി നടത്തി.
അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാരണമാക്കി ദൈവം ഞങ്ങളെ നടത്തി. കാലടിയാകാൻ അനുവദിച്ചില്ല. ദൈവം ഞങ്ങൾക്ക് രോഗശാന്തി നൽകി. ദൈവം ഞങ്ങൾക്ക് വീട് നൽകി. ദൈവം ഞങ്ങൾക്ക് നന്മ നൽകി. ദൈവം എന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി. ദൈവം എനിക്ക് നന്മ നൽകി. വിടുതലിന്റെ സാക്ഷ്യം പറ. സ്തോത്രം. ഇവരെ ഈ ആവശ്യമില്ല, പരാജയമാണ് മുഴുവൻ. തമ്പുരാൻ അതുകൊണ്ട് പറഞ്ഞു മിണ്ടായിരിക്കാൻ പറയാൻ പറഞ്ഞു. ഈ ചിലതിനോട് പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. മതിൽ യുത്തിയപ്പോൾ പറഞ്ഞു മിണ്ടിപ്പോടുന്ന് പറഞ്ഞു. അക്ഷരം മിണ്ടാതെ ഒരുത്തന്നെ മിണ്ടണമെന്നുണ്ട്. ചാക്കോച്ച ഇത് ചുറ്റിക്കാനാന്ന് തോന്നുന്നെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അല്ല, അങ്ങനെ പറയാന്നേ മറ്റവനും പറയും എനിക്കും തോന്നിയടാ ചുറ്റിക്കാനാന്ന്. അത് പറഞ്ഞ് പാളയം മുഴുവൻ മിണ്ടിപ്പോടും. മിണ്ടാതെ ചില വിഷയത്തിൽ മിണ്ടരുത്. അപ്പനെ പറഞ്ഞ് മിണ്ടരുതെന്ന് പറ. മോശയോട് ദൈവം പറഞ്ഞു നീ വടിയില്ലേ, വടി ഉണ്ട്, വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടാൻ പറഞ്ഞു. മോശ പെട്ടെന്ന് വടിയെടുത്ത് ചെങ്കടൽ ഇങ്ങനെ നീട്ടി. ഞാൻ നിങ്ങൾ വലിയ ഗുണപ്പെടാത്തവരൊക്കെ അതിനിടെ എന്നാ പറഞ്ഞ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം എന്താ, ഇയാൾ ഈ കമ്പ് നീട്ടിക്കൊണ്ട് ഞാൻ എടുക്കുക. നമ്മളന്നെ പറയല്ലേ, പുറകെ ചെകുത്താൻ വരുന്നു പിടിക്കാൻ, മുമ്പ് ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുന്നു ലക്ഷക്കണക്കിന് ജനം. അയാൾ പിന്നെ നിൽക്കുക ഉണക്കക്കമ്പുമായിട്ട്. നിങ്ങളോ ഞാനോ ആയിരുന്നു പറയാം, ആ കമ്പ് മേടിച്ച് അയാളുടെ തലയടിച്ച് പൊട്ടിക്കണം. അയാൾ എന്നാ പറഞ്ഞാലേക്ക് കമ്പുകറ കൊള്ളാം. അല്ല, ഈ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, വടിയായിട്ട് പോയവർക്കെല്ലാം വിടുതല. യാക്കോബ് പറഞ്ഞു ഒരു വടിയോടാ അങ്ങോട്ട് പോയത്, പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഗോലിയാത്ത് പറഞ്ഞു നീ വടിയായിട്ട് വരാൻ ഞാൻ എന്നാടാ നായാണോ എന്ന്. പക്ഷെ അവിടെ വിടുതൽ നടന്നു. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, അതും വിടുതലാ. തമ്പുരാൻ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് നീട്ടി. വിശ്വാസമില്ലാത്തവൻ, പ്രത്യാശയില്ലാത്തവൻ, ദൈവമില്ലാത്തവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ പറയാൻ ആരാണ്ട് കമ്പും പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ വെളിപ്പാടുള്ള ദർശനമുള്ളവൻ നോക്കിയപ്പോൾ മോശ ഇങ്ങനെ വടി പിടിച്ചിങ്ങനെ നിൽക്കുമ്പം മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. നിങ്ങൾ ആ യെശയ്യാ പ്രവചനം 63 അധ്യായത്തിന്റെ 12 വാക്യം വായിച്ച്, യെശയ്യാ പ്രവചനം 63:12 ഉറക്കെ ഒന്ന് വായിച്ചേ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി മതി. മോശയുടെ വലങ്കൈക്കൽ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വന്നെന്ന്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മോശ വടിയും പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ആത്മക്കണ്ണ് തെളിഞ്ഞോ പറയുക, മോശയുടെ വലങ്കയുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. നീ ഒറ്റയ്ക്കുള്ളായിരിക്കും നിന്റെ വീട്ടിൽ കൈവൊക്കെ പ്രാർത്ഥിക്കാൻ. നീ അല്ല, നിന്റെ കൈയുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 2-3 പേരെ കാണും കൈവൊക്കെ പ്രാർത്ഥിക്കാൻ മതി. അവരുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ഹല്ലേലൂയ. എന്റെ വാക്കുകൾ നിർത്തുക. കൈയുടെ മുകളിൽ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം. തമ്പുരാൻ സ്വർഗത്തിൽ സഭ കൂടി വെച്ചത് ദൂതനെ വിളിച്ചു പറഞ്ഞ് താഴോട്ട് എല്ലാം പറഞ്ഞു. ചെങ്കടല് വായും പിളർന്ന് നിൽക്കുക. ദൂതം വന്നൊരു ഒറ്റ അടി, ചെങ്കടൽ 7 കൈവടിയായിട്ട് ചെതറി. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്ന ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. പരീക്ഷയോടുകൂടെ പോക്കുവഴിയുണ്ട്. വെള്ളം കുടിച്ചാകുമെന്നൊക്കെ ചിന്തിച്ചതാ. ചെകുത്താൻ പുറകെ വന്ന് കണ്ടിക്കുമെന്നും ചിന്തിച്ചതാ. വലിയ പ്രതിസന്ധി, വലിയ പരീക്ഷ. പക്ഷേ ആ പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴി ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് മകൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ഞരക്കത്തോടെ വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, പകരരുത്. ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാക്കും. ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. ഓ ദൈവത്തിന്റെ വിടുതൽ, ദൈവീയ വിടുതൽ. കുടുംബത്തിനകത്ത് വിടുതൽ, വ്യക്തികൾക്ക് വിടുതൽ, രോഗബന്ധനം അടിയട്ടെ, എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. പ്രാണനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന കോടികൾ ഇരുപതിൽ അഴിയട്ടെ. ധീര ജലബല വിരബല ഉടബല വിരിവിരി നിഗബല ബലബല വിരബല. ഓ നിഗബല ബലബല വിരിവി കബലബ വിരബല ധീരവ ചൈതൽ കബല ബലബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാണനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല കെട്ടുകളിൽ നമ്മൾ പൊട്ടട്ടെ. പരീക്ഷയോട് കൂടെ ദൈവം നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. ദൈവം നിനക്ക് നീക്കുപോക്കുണ്ടാക്കും. വിടുതൽ, 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 വിടുതൽ. ശരീരത്തിൽ, മനസ്സിൽ, കുടുംബത്തിനകത്ത്, തലമുറയ്ക്ക് വിടുതൽ യേശുവിന്റെ നാമത്തിൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും വിടുതലും ഏറ്റെടുത്ത് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ.